Later to Lighten Marthoma Study Forum. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 257 വെബിനാറാണല്ലോ ഇന്ന് ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ പ്രിയരെ, വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് ഈ മീറ്റിങ്ങിൽ എത്തിച്ചേർന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പുതിയ പേരുകളൊക്കെയും നമ്മുടെ സൂം മീറ്റിങ്ങിൽ കാണുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഈ വെബിനാറിൽ ക്രമമായി പങ്കെടുക്കുന്നവരെയും ഇന്ന് പുതുതായിട്ട് പങ്കെടുക്കുന്നവരെയും അതുപോലെ തന്നെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ കൃഷ്ണശ്രീ KSനെയും വളരെ സന്തോഷത്തോടുകൂടി പ്രാരംഭമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നമ്മളുടെ എല്ലാ മീറ്റിങ്ങുകളും ആരംഭിക്കുന്നത് പ്രാരംഭ ഗാനത്തോടും പ്രാർത്ഥനയോടും കൂടിയാകുന്നുവല്ലോ. 256 വെബിനാറുകൾ വളരെ അനുഗ്രഹീതമായി വൈവിധ്യമാർന്ന വിഷയങ്ങൾ കേൾക്കുവാനും ചർച്ച ചെയ്യുവാനും നമ്മളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുവാനും ഒക്കെയും സാധിച്ചു. യാതൊരു മുടക്കം കൂടാതെ വെബിനാറുകളൊക്കെയും ഇങ്ങനെ മുൻപോട്ട് പോകുന്നതിലുള്ള സന്തോഷം ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ പ്രാരംഭ ഗാനത്തിനും നേർന്നു നൽകുന്നത് മിസ് ഏഞ്ചൽ മേരി തോമസ് ആണ്. ഏഞ്ചൽ മേരി തോമസ് ഡൽഹി ജെറുസലേം മാർത്തോമ ഇടവക അംഗമാണ്. ഏഞ്ചൽ മേരി തോമസ് വളരെ സജീവമായി ഇടവക പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന ഒരു വ്യക്തിയാണ്. സൺഡേ സ്കൂൾ അധ്യാപിക, അതുപോലെ തന്നെ അവിടുത്തെ ഗായക സംഘത്തിൻ്റെ അംഗം. അങ്ങനെ വൈവിധ്യമാർന്ന നിലയിൽ വൈവിധ്യമാർന്ന കഴിവുകൾ ഉള്ള ഒരു വ്യക്തിയാണ് ഏഞ്ചൽ മേരി തോമസ്. തോമസ് മാത്യു, അതുപോലെ തന്നെ ഏലിയാമ്മ തോമസ്, ഇവർ രണ്ടുപേരുമാണ് മാതാപിതാക്കൾ. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിങ്ങിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച പ്രാരംഭ ഗാനത്തിനും അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കും നേർന്നു നൽകുവാനായിട്ട് എത്തിച്ചേർന്നുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഏഞ്ചൽ മേരി തോമസിനെ പ്രാരംഭ ഗാനത്തിനും അതിനുശേഷമുള്ള പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Good evening, everyone. Good evening. So we'll start with a song. Today I'm going to sing Nanniyode Njan Stuti Padidum. It's a very common song. I request all of you to join together with me and sing. Yeah. Nanniyode Njan Stuti Padidum Yende Yeshunatha എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ മേഘപുത്രൻ
ശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. Now we'll move forward to the word of prayer. Let's close our eyes and fold our hands. Oh Lord, our Heavenly Father, we thank you, Father, for helping all of us to come together, oh Lord Jesus, Father, in this beautiful evening, oh Lord, to praise you, oh Lord, to come together in a worship session, oh Lord Jesus, Father. Oh Lord, we thank you, Father, for the past week, oh Lord Jesus, Father. Thank you, Father, for being with us, oh Lord, keeping us safe and sound, oh Lord Jesus, Father, throughout the last week, oh Lord Jesus, Father. Oh Lord, we thank you, Father, for giving us this Saturday, oh Lord Jesus, Father. From morning till the end, oh Lord Jesus, Father, you've been with us, oh Lord Jesus, oh Lord. We thank you, Father, for being with us and guiding us and strengthening us, oh Lord Jesus, Father. Oh Lord, we submit all of us unto your hands, oh Lord. We pray for those who are going to be joining in soon and all who have joined in, Lord Jesus, Father. We thank you, Father, and we pray for them and we bless them, oh Lord Jesus, Father. We pray for today's main speaker, oh Lord Jesus, Father, Dr. Krishna Sri, oh Lord Jesus, Father. Be with her, oh Lord, guide her, oh Lord, strengthen her, Lord Jesus, Father, as she gives us the knowledge and, oh Lord, the wisdom, oh Lord, that she shares with us, oh Lord. Lord, we pray that it be a blessing to all of us, oh Lord Jesus, Father, that we can understand and implement it in our life, oh Lord Jesus, Father, how to lead a healthy life, oh Lord, how to have a good health, oh Lord Jesus, Father. Oh Lord, we pray for your blessings, oh Lord Jesus, Father. Be with us, oh Lord, guide us, oh Lord. Oh Lord, we pray for your presence throughout this session, oh Lord Jesus, Father. Let this session be a blessing to all of us, oh Lord Jesus, Father, to all those who will join in, oh Lord Jesus, Father, to all those who will see it later, oh Lord Jesus, Father. Oh Lord, let this session be insightful and meaningful to all of us, oh Lord Jesus, Father, and that we can implement in our daily lives, oh Lord Jesus, Father. We pray for those who are the leaders of this forum, oh Lord Jesus, Father, who daily plan for these sessions, oh Lord, who plan for the main speeches and all the talks, oh Lord Jesus, Father. We submit all of them unto your hands, oh Lord Jesus, Father. Oh Lord, we thank you, Father, once again for everything, Lord Jesus, Father. Be with us and guide us, oh Lord. Strengthen us, oh Lord Jesus, Father. We submit this talk into your hands, oh Lord. In your precious and matchless name we pray. Amen. താങ്ക് യു മിസ് ഏഞ്ചൽ മേരി മാത്യു. വളരെ മനോഹരമായ ശ്രുതിമധുരമായ ആത്മാവിനെ തൊട്ടുണർത്തുന്ന അനുഗ്രഹീതമായ ഗാനം, അതുപോലെ തന്നെ വളരെ അർത്ഥവത്തായ പ്രാർത്ഥന, ഇതൊക്കെയും കൊണ്ട് ഇന്നത്തെ ലക്ഷ്യ ടു ലെവിറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ വെബിനാറിൻ്റെ പ്രാരംഭം ധന്യമാക്കിയതിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു, സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഔദ്യോഗികമായിട്ടുള്ള നന്ദി പിന്നീട് അറിയിക്കുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷകയായിരിക്കുന്ന ഡോക്ടർ കൃഷ്ണശ്രീ KS മാഡം, ഇന്ന് ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ 257 വെബിനാറിലൂടെ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് മസ്തിഷ്ക ആഘാതം, അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവയെ പറ്റിയാണല്ലോ. ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ മോഡറേറ്ററായിട്ടിരിക്കുന്നത്
നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ്. വിൽസൺ കരിമ്പന്നൂർ സാറിനെ പറ്റി ഒരു പ്രത്യേക ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇന്നത്തെ മീറ്റിങ്ങിൽ പല പുതുമുഖങ്ങളും പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് വിൽസൺ കരിമ്പന്നൂർ സാറിനെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ പല അഡ്മിന്മാർ ഉണ്ടെങ്കിൽ തന്നെയും ആ അഡ്മിന്മാരിലൊക്കെയും പ്രധാനിയായിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറ്. ഈ പ്രധാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകാരം 256 വെബിനാറുകൾ വളരെ വിജയകരമായി നടത്തുവാനായിട്ട് വളരെ അക്ഷീണം യജ്ഞിച്ച ഒരു വ്യക്തിയാണ് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറ്. സാറിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് പ്രകാരമുള്ള പ്രഭാഷകരെ കണ്ടെത്തുന്നു, അതുപോലെ തന്നെ പാട്ട് പാടുവാനും പ്രാർത്ഥിക്കുവാനും പ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകി ഈ സ്റ്റഡി ഫോറത്തിൻ്റെ ഇപ്രകാരമുള്ള വെബിനാറുകൾ ഒരു തടസ്സം കൂടാതെ ഇത് ആരംഭിച്ച നാൾ മുതൽ ഇത്രത്തോളം വളരെ ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു മുഖ്യ കാരണക്കാരൻ ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ്. സാറിനെ പറ്റി പറയുവാനായിട്ട് ധാരാളമുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എങ്കിൽ വളരെ ചുരുക്കമായിട്ട് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ല പ്രഭാഷകനാണ്. അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഗാന രചയിതാവാണ്. അതുപോലെ തന്നെ എന്നും സത്യത്തിന് നേരെ ഉറച്ചു നിൽക്കുന്ന നിലപാടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ആത്മീയനാണ്. മാർത്തോമ സഭയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ സഭാ പ്രവർത്തനങ്ങളിൽ വളരെ പങ്കാളിത്തം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്രകാരം പറയുകയാണെങ്കിൽ ഇപ്പോൾ സഭയുടെ വികസന സമിതിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായും അതുപോലെ തന്നെ സഭയുടെ മുംബൈ ഭദ്രാസന വികസന സമിതിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെയും പ്രവർത്തിക്കുന്നു. അതിലൊക്കെ ഉപരിയായി സാറ് മുൻ സഭാ കൗൺസിൽ അംഗമാണ്. ഒരു നല്ല വ്ളോഗറാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെയും വളരെ മനോഹരമായി എഴുതുന്ന ഒരു വ്യക്തിയാണ്. പ്രകാരം ലൈറ്റ് ടു ലൈറ്റിന് വേണ്ടുന്ന ധൈര്യമായിട്ടുള്ള നേതൃത്വം നൽകി ഈ പ്രസ്ഥാനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ സാർ വഹിക്കുന്ന പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ ഈ വെബിനാറിൽ മോഡറേറ്റർ ആകുന്നത് തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഈ മീറ്റിംഗിൽ മോഡറേറ്റർ ആകാനായിട്ട് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറിനെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ബെന്നി പരിമണം. പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം നന്ദി പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് എന്നെ മോഡറേറ്ററായിട്ട് ഇരിക്കുന്നതിൽ ബെന്നി ക്ഷണിച്ചത്. എന്നാൽ ഞാൻ വലിയ സന്തോഷത്തിലല്ല. കാരണം വലിയ ഗഹനമായ എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു വിഷയത്തിന്റെ മോഡറേറ്റർ ആവുക എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് അനവധി ഡോക്ടേഴ്സിനോട് ബന്ധപ്പെട്ട് ഇന്നത്തെ മീറ്റിങ്ങിന്റെ മോഡറേറ്റർ ആകാമോ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. എല്ലാവരും ശനിയാഴ്ച വൈകിട്ട് സമയം ജോലി തിരക്കാണെന്ന് പറഞ്ഞതിനാൽ പലരോടും ചോദിച്ച ആരും റെഡി ആകാഞ്ഞതിനാലാണ് ഞാൻ ഈ ഭാരം ഏറ്റെടുക്കുന്നത്. എന്നാൽ എനിക്ക് ഈ വിഷയത്തെ പറ്റി വലിയ ഒരു കൂടുതൽ മനസ്സിലാക്കാൻ ഒരാഗ്രഹമുള്ള വ്യക്തിയാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പലരും ഈ സ്ട്രോക്കിന് വിധേയരായിട്ടുള്ളവരാണ്. ഉള്ള പലരെ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തെ പറ്റി പരമാവധി ജനങ്ങളെ ബോധവൽക്കരിക്കുക, ഈ സ്ട്രോക്ക് വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുക, വന്നാൽ തന്നെ ഏറ്റവും വേഗത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനെ പറ്റി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഈ എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിൽ ഞാൻ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷക ഡോക്ടർ കൃഷ്ണശ്രീ KS ആണ്. ഒരു ബഹുമുഖ പ്രതിഭയാണ്. ഞാൻ ഒരു കുറിപ്പ് എഴുതി മിക്കവാറും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് വളരെയധികം കഴിവുള്ള വ്യത്യസ്തമായ കഴിവുകൾ ഒരുമിച്ച് ലഭിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഡോക്ടർ കൃഷ്ണശ്രീ. എനിക്ക് ഏറ്റവും സന്തോഷം ഉള്ള ഒരു കാര്യം, ഒരു ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു അറിയപ്പെടുന്ന കലാകാരി കൂടിയാണ്. ഈ കലയും ഈ മെഡിക്കൽ പ്രൊഫഷനും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ആയതിനാൽ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് പലവട്ടമൊക്കെ ഡ്യൂട്ടി സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി അതിന് ശേഷമുള്ള സമയങ്ങളിലൊക്കെ വിളിച്ചപ്പം പിന്നെ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞു ഈ അടുത്ത ശനിയാഴ്ച ഡോക്ടേഴ്സ് ഡേ ആണ്. അതിന്റെ ഫംഗ്ഷന് വേണ്ടി നമ്മുടെ ഡോക്ടർ വളരെ ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അതുകൊണ്ട് എനിക്ക്
ഫോണിൽ ബന്ധപ്പെടുവാനായിട്ട് സാധിച്ചില്ല. ആ ഡ്യൂട്ടിയെയും കലയെയും ഒരുപോലെ കാണുന്ന വ്യക്തി. അദ്ദേഹത്തെ പറ്റി നമ്മുടെ അംഗങ്ങളെ എൻ്റെ നോട്ട്സ് വായിക്കാത്തവർക്ക് വേണ്ടി ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പോൾ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവിടെ അതിനോടനുബന്ധിച്ച് ന്യൂറോ മസ്കുലർ ക്ലിനിക്ക് നടത്തുകയും ചെയ്യുന്നുണ്ട്. സെയിം ടൈമിൽ തന്നെ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് നടത്തുന്ന ഡോക്ടർ NB ന്യൂറോളജി പരിശീലന പ്രോഗ്രാമിന്റെ ഫാക്കൽറ്റി ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. മികച്ച ഒരു ശാസ്ത്ര ലേഖനങ്ങൾ എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ അക്കാദമി ഓഫ് ന്യൂറോളജി, ജേണൽ ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിസിൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ അനവധി ശാസ്ത്രീയ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പഠിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പാസ്സായത്. കിംസ് ഹെൽത്തിൽ നിന്നാണ് ന്യൂറോളജി DNB പാസ്സായത്. ശാസ്ത്രീയ ഭരദ്യ നാട്യ രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ കൃഷ്ണശ്രീയെ. അനവധി വേദികളിൽ ഈ ഭരതനാട്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അനവധി ബഹുമതികൾ അതിൽ നിന്ന് നേടിയിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അതും എനിക്ക് വലിയ സന്തോഷം. എനിക്ക് ഒരു യൂട്യൂബ് ചാനലുള്ള ആളാണ്. അപ്പം ആ യൂട്യൂബ് ചാനലിലെ വിവിധ നൃത്തങ്ങളും കവർ സോങ്ങുകളും ഒക്കെ അതിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 2016 മലയാള മനോരമ സംഘടിപ്പിച്ച മത്സരത്തിലെ മുഖശ്രീ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട, അത് നല്ല ഗ്ലാമറോടെ ഉള്ള വ്യക്തിയാണെന്ന് ഓർത്തോണം, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ മനോരമ ആഴ്ച പതിപ്പിന്റെ കവർ പേജിന്റെ മോഡൽ ആകുവാനായിട്ടും അവസരം ലഭിച്ച ആളാണ്. വീണ്ടും ഒരു വട്ടം കൂടെ ഞാൻ പറയട്ടെ, മസ്തിഷ്ക ആഘാതത്തെ പറ്റി. ഇന്ന് പ്രായഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു രോഗമാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഏവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ഒരു താല്പര്യത്തില്, ഞങ്ങളുടെ അറിയാനുള്ള താല്പര്യത്തിനെ നിറച്ചു തരുവാനായിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ കൃഷ്ണശ്രീയെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ, എന്നെ ഈ ഒരു ഫോറത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന്. ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇത്രയും വലിയൊരു ഇൻട്രൊഡക്ഷൻ തന്നതിനും താങ്ക് യു. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പം പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്നാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. അപ്പം പക്ഷാഘാതം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ആഘാതം സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പം മസ്തിഷ്കത്തിന് ആഘാതം സംഭവിക്കുക അതുകൊണ്ട്, അതായത് ബ്രെയിൻ അറ്റാക്ക്, നമ്മുടെ ഹാർട്ടിന് അറ്റാക്ക് വരുന്നത് പോലെ തന്നെയാണ് ബ്രെയിനിന് അറ്റാക്ക് വരുന്നതും. അതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിന്, തലച്ചോറിലേക്ക് രക്തപ്രവാഹം കണ്ടിന്യൂസ്ലി നടക്കുന്ന ഒരു ഓർഗനാണ് തലച്ചോറ്. അപ്പൊ ആ തലച്ചോറിലേക്ക് രക്തപ്രവാഹം പെട്ടെന്ന് നിന്നു പോകുന്ന അവസ്ഥയാണ്. അങ്ങനെ പെട്ടെന്ന് നിന്നു പോകാനുള്ള കാരണങ്ങൾ ആണ് നോക്കുന്നത്. അപ്പൊ തലച്ചോറിലേക്ക് പെട്ടെന്ന് രക്തപ്രവാഹം നിന്നു പോവുകയും അതുവഴി ഈ കോശങ്ങൾക്ക്, ബ്രെയിനിന്റെ കോശങ്ങൾക്ക് വേണ്ടുന്ന ഓക്സിജനും അതിന്റെ ന്യൂട്രിയൻസും കിട്ടാതെ വരികയും അങ്ങനെ ആ ഓക്സിജനൊന്നും കിട്ടാതെ ആ ഏരിയ ഡാമേജ് വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം. അങ്ങനെ ബ്രെയിനിനൊരു ഡാമേജ് വരുമ്പോൾ ഏത് ഏരിയയിലാണോ ഡാമേജ് വന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാമേജസ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ വരുന്നത്. അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അപ്പം സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 2 തരമാണ്. അത് ഇഷ്കീമിക് സ്ട്രോക്ക്, ഹെമറാജിക് സ്ട്രോക്ക്. അപ്പൊ നിങ്ങൾ ഈ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇതാണ്. നമ്മൾ സഡൻ ഓൺസെറ്റ് എന്നാണ് പറയുന്നത്. ഒരാള് വെറുതെ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാകാം, അല്ലെങ്കിൽ പുറത്താകാം, അല്ലെങ്കിൽ ഓഫീസിലാകാം. പെട്ടെന്ന് സംഭവിക്കുന്ന ചേഞ്ചസ് ആണ് ആ സ്ട്രോക്ക് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ശരിക്കും നമ്മള് ഒരു കോഡ് ആണ് ഇതിനെ ആലോചിച്ച് വെക്കാൻ. അതായത് ബി ഫാസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ബി ഫാസ്റ്റ്, BEFAST. നമ്മൾ ഒരാളെ കാണുന്നു, അവർക്ക് പെട്ടെന്ന് ലക്ഷണങ്ങൾ വരുന്നു. ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെടുക. ഇനി ഇ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാഴ്ച മങ്ങുക, അല്ലെങ്കിൽ കാഴ്ച രണ്ടായിട്ട് കാണുക. ഇനി എഫ് എന്ന് പറയുമ്പോൾ ഫേസ്, അതായത് പെട്ടെന്ന് മുഖം ഒരു ഭാഗത്തേക്ക് കോടിപ്പോവുക.
ഇനി എ എന്ന് പറയുമ്പോൾ ആം, അതായത് നമ്മുടെ കൈയും കാലും പെട്ടെന്ന് തളർന്നു പോവുക. എസ് എന്ന് പറയുമ്പോൾ സ്പീച്ച്, പെട്ടെന്ന് ശബ്ദം കൊഴിഞ്ഞു പോവുക, പെട്ടെന്ന് ശബ്ദം കൊഴിഞ്ഞു പോവുക. അപ്പം ബാലൻസ്, ബാലൻസ് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഈ കണ്ണിന് കാഴ്ച മങ്ങുക, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക, ഫേസ് ഒരു ഭാഗത്തേക്ക് കൂടിപ്പോവുക, മുഖം സോറി ആം എ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയും കാലും ഒരു ഭാഗം പെട്ടെന്ന് തളർന്നു പോവുക, സ്പീച്ചിന് സംസാരത്തിന് കുഴച്ചിൽ സംഭവിക്കുക, അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാതെ വരിക. ഇത്രയും ലക്ഷണങ്ങൾ വന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടി ആണ്. ടി എന്ന് പറയുമ്പോൾ ടൈം. നമ്മൾ ഏറ്റവും ഈ കോഡ് ഓർക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടൈമാണ്. അതായത് വിത്തിൻ 4.5 hours പേഷ്യന്റിനെ വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിന് ആ ഡെഫിസിറ്റ്സ്, ആ ഒരു ഡാമേജ് ഉണ്ടാകുന്നത് ഒത്തിരി തടയാൻ പറ്റും. കാരണം നമ്മൾ ഒരു സെക്കൻഡിൽ തന്നെ സ്ട്രോക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ തന്നെ 1,00,000 ന്യൂറോൺസ് ആണ് മരിച്ചു പോകുന്നത്, അത് ഡാമേജ് വരുന്നത്. അപ്പം ഓരോ സെക്കൻഡും അതിന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓരോ സെക്കൻഡ് കഴിയുന്നോറും ആ ഡാമേജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ടൈം പീരീഡ് പറയുന്നത്. അപ്പൊ 4.5 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ട് 4.5 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലാണ്, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് കോർപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് വിത്ത് ന്യൂറോളജിസ്റ്റ്, ന്യൂറോ സർജൻ, ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്, പിന്നെ MRI ഫെസിലിറ്റീസ്, ഇത്രയുമുള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകേണ്ടതാണ് അങ്ങനെയുള്ള ലക്ഷണം വന്ന. കാരണം ഈ ടൈം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട്. അപ്പം നമ്മൾ പ്രോപ്പർ മാനേജ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഏത് ഏജിലും വരാവുന്ന ഒന്നാണ്. ഇപ്പൊ ചെറിയ ആൾക്കാർക്ക് വരെ, ചെറിയ കുട്ടികൾക്ക് വരെ സ്ട്രോക്ക് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് സ്ട്രോക്ക് വരുന്നത് എബവ് ഒരു 50 years മുകളിലുള്ളവർക്കാണ്. പിന്നെ ഫീമെയിൽസും മെയിൽസിന്റെയും റേഷ്യോ നോക്കുവാണെങ്കിൽ മെയിൽസിനാണ് കൂടുതൽ സ്ട്രോക്കിന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഫീമെയിൽസിൽ ഒരുപാട് കാണുന്നുണ്ട്. ഇനി നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് നോക്കി എന്താണ് കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്, നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. നിയന്ത്രിക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സും നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. അതായത് നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് ഫസ്റ്റ് നോക്കാം. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മുടെ BP, അതായത് BP എപ്പോഴും ഒരു കൺട്രോളിൽ തന്നെ കീപ്പ് ചെയ്യണം. 140-90 ഉള്ളിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ശരീരത്തിലെ BP. പിന്നെ കുറച്ചും കൂടെ യങ് ഏജ് ആണെങ്കിൽ 120 അല്ലെങ്കിൽ 130/80 അങ്ങനെ ആയിരിക്കും. പക്ഷെ കുറച്ച് ഏജ് 60 years ഒക്കെ കഴിഞ്ഞാൽ 140/80 അതിൽ കൂടാൻ പാടില്ല. ഇനി ഷുഗർ, ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഷുഗർ പ്രോപ്പർലി കൺട്രോൾ ചെയ്യണം. ഷുഗർ കൂടുമ്പോഴും നമ്മുടെ രക്തക്കുഴലുകളിൽ ചേഞ്ച് വരും, രക്തക്കുഴലുകൾ ചുരുങ്ങുകയും അതിൽ കൊളസ്ട്രോള്, ഫാറ്റൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയും അങ്ങനെ ക്ലോട്ട് ഫോം ചെയ്യുകയും അങ്ങനെ ബ്ലോക്ക് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഷുഗർ പ്രോപ്പർലി കൺട്രോൾഡ് ആയിരിക്കണം. അതായത് HbA1c ഒരു 6 താഴെ കീപ്പ് ചെയ്യുക. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, പോസ്റ്റ് പ്രാൻഡിയൽ ഒക്കെ അതിൻ്റെതായ ലെവലിൽ <100 <140 അങ്ങനെ കീപ്പ് ചെയ്യാം. ഇനി കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ ഒരു <220 ആ ലെവലിൽ കീപ്പ് ചെയ്യാം. പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് അതെല്ലാം അതിന്റെ നോർമൽ ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാം. പിന്നെ ബാക്കി ഹാർട്ടിന്റെ അസുഖമുള്ളവർ അത് അതിൻ്റെതായ മാനേജ്മെന്റ് തന്നെ എടുക്കുക. പിന്നെ നമ്മൾ ഒബീസിറ്റി, അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. അത് നമ്മളെ വെയിറ്റും ഹൈറ്റും വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ആ ബോഡി മാസ് ഇൻഡെക്സിന് ഒരു വാല്യൂ ഉണ്ട്. മോർ ദാൻ 25 ഒക്കെ ആകുമ്പോൾ നല്ല റിസ്ക് ആണ് ഈ സ്ട്രോക്കിന് വരാനായിട്ട്. പിന്നെ നമുക്കുള്ളത് പിന്നെ ഈ കുറച്ച് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവും. കുറെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ കുറെയൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. പിന്നെ കുറച്ച് അഡിക്ഷൻസ്, അതായത് സ്മോക്കിംഗ് നന്നായിട്ട് ഈ നിക്കോട്ടിന്റെ ലെവല് ബ്ലഡിൽ കൂടുമ്പോൾ അത് രക്തക്കുഴലിൽ ക്ലോട്ട് ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. അതായത് ക്ലോട്ട് ഫോം ചെയ്യുകയും അതിൽ ഈ ക്ലോട്ട് വന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ഡ്രഗ് അബ്യൂസ് ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്നതാണ്. MDMA അതിന്റെയൊക്കെ യൂസ് കാരണം കൊച്ചു കുട്ടികൾക്ക് തന്നെ, അതായത് ചെറിയ കുട്ടികൾക്ക് തന്നെ ഈ രക്തക്കുഴലിൽ ക്ലോട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം അത് പെട്ടെന്ന് ബ്ലോക്ക് വരികയും സ്ട്രോക്ക് വരികയും ചെയ്യുന്നുണ്ട്.
അപ്പൊ അങ്ങനത്തെ ഉള്ള ഡ്രഗ് അബ്യൂസ് ഉണ്ടെങ്കിൽ നിർത്തണം. പിന്നെ ആൽക്കഹോള് ഓൾറെഡി നമ്മൾ പറയുന്നതാണ്, ആൽക്കഹോള് അത് ഒരു മോഡറേറ്റ് ലെവലിന് മുകളിലാകുമ്പോഴത്തേക്കും റിസ്ക് ആണ്. ഏറ്റവും കൂടുതൽ സ്മോക്കിംഗ് ആണ്. പിന്നെ ഹോർമോൺ പിൽസ് കഴിക്കുമ്പോഴും ക്ലോട്ടിംഗ് ടെൻഡൻസി നന്നായി കൂടുന്നുണ്ട്. പിന്നെ പ്രഗ്നൻസി ആ ഒരു പീരിയഡിൽ, അല്ലെങ്കിൽ പിന്നെ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക്, വളരെ കോംപ്ലിക്കേറ്റഡ് മൈഗ്രെയിൻ ഉള്ളവർക്ക് റിസ്ക് ആണ്. അപ്പൊ നമ്മൾ മൈഗ്രെയിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ കാര്യം നോക്കണം. പിന്നെ സ്ലീപ്പ് ആപ്നിയ ഒരു ഇമ്പോർട്ടൻറ്റ് കോസ് ആണ്, കുറച്ച് കൂടുതൽ കേസ് കാണുന്നുണ്ട്. സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂർക്കം വലി കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ്. അതായത് നമ്മൾ കിടക്കുമ്പോൾ കൂർക്കം വലിക്കുന്ന ഒരു പ്രോബ്ലം അല്ല, പക്ഷെ കൂർക്കം വലി കാരണം ഓക്സിജന്റെയും കാർബൺ ഡൈഓക്സൈഡിന്റെ ലെവല് ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ ഈ പിന്നെ ശ്വാസം മുട്ടിയിട്ട് അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ അവർ എണീക്കും. ആക്ച്വലി ആ ആള് കൂർക്കം വലിക്കുന്ന ആൾക്ക് അത് മനസ്സിലാവില്ല. കൂടെ കിടക്കുന്ന വൈഫോ അല്ലെങ്കിൽ അങ്ങനെ കൂടെ കിടക്കുന്ന പാർട്ട്ണർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പുള്ളിക്ക് ശ്വാസം മുട്ടിന്റെ പ്രശ്നമുണ്ടെന്ന്. കാരണം പുള്ളി ശ്വാസം മുട്ടി എണീക്കും. അതിന് ആപ്നിക് സ്പെൽസ് എന്ന് പറഞ്ഞാൽ ശ്വാസം കിട്ടത്തില്ല. അപ്പം ആ ആപ്നിക് സ്പെൽസ് വരുന്നുണ്ടെങ്കിൽ അകത്ത് ഓക്സിജന്റെ ലെവൽ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് സ്ട്രോക്കിന്റെ റിസ്ക്കും ഹാർട്ടിന്റെ പ്രോബ്ലംസിന്റെ റിസ്ക്കും ഹൈ ആണ്. പിന്നെ വേറെ ഈ നമ്മുടെ രക്തക്കുഴലുകളിൽ ക്ലോട്ട് നിറയുന്നത്, അതായത് കൊളസ്ട്രോൾ കൂടി ഫാറ്റ് കൂടി നമ്മുടെ നെക്കിന്റെ രക്തക്കുഴലാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കഴുത്തിന്റെ രക്തക്കുഴൽ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ ക്ലോട്ട് വന്ന് നിറയുന്നത്. ഇതൊക്കെ നമുക്ക് ഏകദേശം നേരത്തെ തന്നെ നോക്കി കണ്ടുപിടിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നിയന്ത്രിക്കാൻ പറ്റാത്ത കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഏജ്. നമ്മുടെ പ്രായം കൂടുന്തോറും സ്ട്രോക്കിന്റെ റിസ്ക് ഉണ്ട്. പ്രായത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. മറ്റേത് ഇനി അടുത്ത ജെൻഡർ, ഞാൻ പറഞ്ഞു മെയിൽസിലാണ് കൂടുതൽ റിസ്ക് ഉള്ളത്. പിന്നെ ഫാമിലി ഹിസ്റ്ററി, അതായത് ഫാമിലിയിൽ ഒന്നോ രണ്ടോ പേരിൽ കൂടുതൽ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം. പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിയന്ത്രിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. പിന്നെ കൊയാഗുലേഷൻ ഡിസോർഡർ, അതായത് നമ്മുടെ ഈ ക്ലോട്ടിങ്ങിന്റെ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ബി ഫാസ്റ്റ്, ആ ഒരു സിംറ്റം. നമ്മളിപ്പോ ഒരു പുറത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണ്, നമുക്കറിയാവുന്ന ഒരാള് ഈ ഒരു സിംറ്റം ആയിട്ട് വരും. അതായത് പെട്ടെന്നായിരിക്കും അവര് നമ്മൾ കാണുന്ന ഈ ബാലൻസ് പെട്ടെന്ന് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുക, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക, ഫേസ് പെട്ടെന്ന് കോടിപ്പോവുക, അല്ലെങ്കിൽ കൈകാല് പൊക്കാൻ ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ സ്പീച്ചിന്റെ പ്രോബ്ലം വരിക, അല്ലെങ്കിൽ സംസാരത്തിന് കുഴച്ചിൽ വരിക, അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാതെ വരിക. അങ്ങനെ വരുമ്പോൾ ആണ് നമ്മൾ പെട്ടെന്ന് പ്രവർത്തിക്കേണ്ടത്. അതായത് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുക, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അടുത്ത് ഏത് ഹോസ്പിറ്റലാണ് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളത്. ന്യൂറോളജിസ്റ്റ്, ന്യൂറോ സർജൻ, ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ്, അതായത് സ്റ്റെന്റ് ഇട്ടിട്ട് ബ്രെയിനിന്റെ അകത്തുള്ള രക്തക്കുഴലിൽ സ്റ്റെന്റ് ഇട്ടിട്ട് ആ ക്ലോട്ട് വലിച്ചെടുക്കുന്ന പിന്നെ ഡോക്ടേഴ്സാണ് ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ്. ന്യൂറോളജിസ്റ്റും പല ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. ഈ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. സോ ഇപ്പം നമ്മളിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്തു പേഷ്യന്റിനെ പിന്നെ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഡോക്ടേഴ്സ് അവരുടെ ഹിസ്റ്ററി എടുക്കും. ഇത് എങ്ങനെ നേരത്തെ വന്നിട്ടുണ്ടോ ഇപ്പൊ വന്നിട്ടുണ്ടോ, അതിനൊരു 2 minutes ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. പിന്നെ അതിനൊരു സ്കോറിംഗ് ഉണ്ട്. എന്തൊക്കെയാണ് വീക്ക്നെസ്, അതായത് കൈകാൽ വീക്ക്നെസ്, കാഴ്ചക്കുറവ്, സംസാരത്തിന്റെ ബുദ്ധിമുട്ട്, മുഖത്തിന് കോടൽ, ഇതൊക്കെ ഓരോ സ്കോറാണ്. ആ സ്കോർ ചെയ്യും ആ കാണുന്ന ഡോക്ടർ. ഫസ്റ്റ് അത് സ്കോർ ചെയ്യും. എന്നിട്ട് നമ്മൾ നേരത്തെ സർജറി വല്ലതും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ പാർട്ടാണ്. അതിന് ഒരു 1 minute 2 minute എടുക്കാവും. അതായത് ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ, ഓക്സിജൻ ലെവല്, ഇവിടുത്തെ രക്തക്കുഴലിന്റെ സ്ഥിതി, പിന്നെ അങ്ങനെയുള്ള ഹാർട്ടിന്റെ എക്സാമിനേഷൻ, മർമർ നോക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ, എന്താണ് പ്രോബ്ലം, കൈക്ക് കാലിന് ഡെഫിസിറ്റ് ആണ്, അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഏത് ഭാഗത്താണ് ഒരു സ്ട്രോക്ക് വന്നത് എന്ന് തിരിച്ചറിയും. അപ്പം എന്നിട്ട് നമ്മൾ സ്ട്രോക്ക് കോഡ് അനൗൺസ് ചെയ്യും. നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഇതാണ് സ്ട്രോക്ക് കോഡ് എന്ന് അനൗൺസ് ചെയ്യും പേഷ്യനെ കണ്ട ഉടനെ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും വരും. ഇപ്പം മറ്റേത് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കിംസില് ഉണ്ട്. ഞാൻ അന്വേഷിച്ച് 1-2 ഹോസ്പിറ്റലിൽ കേട്ടിട്ടുണ്ട് ഇത് ഉണ്ടെന്ന്. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സ്ട്രോക്ക് കോഡ് എന്ന് അനൗൺസ് ചെയ്യും.
അപ്പോൾ ഉടനെ ഇതിന് കൺസേൺഡ് ആയിട്ടുള്ള എല്ലാവരും വരും. ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിന്റെ ഓൺ കോൾ ആയിട്ടുള്ള ആൾ വരും. പിന്നെ ന്യൂറോളജിസ്റ്റ് ശരിക്കും വിതിൻ 45 മിനിറ്റ്സ് വന്നിരിക്കും. പിന്നെ ബാക്കി ലാബ്, നമുക്ക് ബ്ലഡ് അയക്കണം, ലാബിലുള്ള ആൾക്കാർ വരും. പിന്നെ ECG എടുക്കാൻ വരും. അങ്ങനെയുള്ള കാനുല ഇടാൻ ആൾ വരും. ഇത്രയും കാര്യങ്ങൾ ആൾക്കാർ വരും. എന്നിട്ട് പെട്ടെന്ന് MRI ഓർഡർ ചെയ്യും. MRI എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് എന്ത് ടൈപ്പ് ഓഫ് സ്ട്രോക്ക് ആണെന്ന് നമുക്കറിയണം. സ്ട്രോക്ക് എന്ന് വെച്ചാൽ 2 തരമുണ്ട്. അതായത് ഒന്ന് ഇഷ്കീമിക് സ്ട്രോക്ക്, അതായത് ക്ലോട്ട് വന്നിട്ട് രക്തക്കൊഴലിൽ അടഞ്ഞു കഴിയുമ്പോൾ മുകളിലേക്ക് രക്തത്തിന്റെ സർക്കുലേഷൻ വരാതെ അവിടെ ഡാമേജ് വരുന്നതിനെയാണ് ഇഷ്കീമിക് സ്ട്രോക്ക്, ക്ലോട്ട് കാരണം വരുന്ന ഡാമേജ്. ഇനി മറ്റൊന്ന്, ഈ രക്തക്കൊഴൽ പൊട്ടിയാലും ഡാമേജ് വരാം ബ്രെയിനിന്. ക്ലോട്ട് വന്ന് ഓക്സിജൻ കിട്ടാതെ ഡാമേജ് വരുന്നത് ഒരു ഉണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ 80%. പക്ഷെ 20% സ്ട്രോക്ക് ഹെമറാജിക് ആണ്. അതായത് രക്തക്കൊഴല് പൊട്ടിയിട്ട് അതിൽ നിന്ന് ബ്ലീഡിങ് വന്ന് ബ്രെയിന് ഡാമേജ് വരുന്ന അവസ്ഥയാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹെമറാജിക് സ്ട്രോക്കിന്റെ കാരണങ്ങളാണ് നമുക്ക് നമ്മൾ BP എപ്പോഴും 140-90 താഴെ കീപ്പ് ചെയ്യണം. അതിൽ കൂടുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഈ 80 years ഒക്കെ ആയാൽ 150 വരെയൊക്കെ ടോളറേറ്റ് ചെയ്യും. പക്ഷെ 160 കൂടിക്കഴിഞ്ഞാല് രക്തക്കുഴലിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. രക്തക്കുഴൽ പൊട്ടും. ആ പൊട്ടുന്ന സമയത്ത് ആ ബ്ലഡ് തെറിച്ചിട്ട് ബ്രെയിൻ ടിഷ്യൂല് ഡാമേജ് ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് ആ സ്ട്രോക്കിന്റെ സിംറ്റംസ് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഹെമറാജിക് സ്ട്രോക്കും ഇമ്പോർട്ടന്റ് ആണ്. ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ഏത് സ്ട്രോക്ക്, ഈ ഹിസ്റ്ററി എടുക്കുമ്പോഴും എക്സാമിനേഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഏത് സ്ട്രോക്കാന്ന് മനസ്സിലാവും. അതിനനുസരിച്ചാണ് MRI അല്ലെങ്കിൽ CT പറയുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ സ്കാൻ എടുക്കും. സ്കാൻ എടുക്കുക ഒരു 20 minutes, അതിനുള്ളിൽ സ്കാൻ തീരും. അപ്പൊ സ്കാനിൽ നമുക്ക് രക്തക്കുഴൽ കംപ്ലീറ്റ്ലി നോക്കും. അതിനിടയിൽ ബ്ലഡ് എല്ലാം എടുത്ത് വിടും. ക്ലോട്ടിങ് അബ്നോർമാലിറ്റി ഉണ്ടോ എല്ലാം ചെയ്യും. അപ്പം നമ്മൾ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോട്ട് ആണോ ബ്ലീഡ് ആണോ ഇതിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. ക്ലോട്ട് ആണെങ്കിൽ എന്താണ്? ക്ലോട്ട് അലിയിക്കുന്ന മെഡിസിൻ കൊടുക്കണം. അപ്പൊ പേഷ്യന്റ് 4.5 മണിക്കൂറിനുള്ളിലാണ് വന്നതെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അത് കൊടുത്തു കഴിയുമ്പോൾ പേഷ്യന്റ് ബ്ലീഡിങ് വരും. അപ്പൊ അത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് പറയുന്നത് ടൈമിന്റെ ഇമ്പോർട്ടൻസിനെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മോഡിഫൈ ചെയ്യുന്ന നോൺ മോഡിഫൈ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ MRI എടുത്തു. അപ്പൊ ഒരു സ്ട്രോക്ക് വന്നു, പേഷ്യന്റിനെ കണ്ടു, അവർ MRI എടുത്തു, അത് ഈ സ്ട്രോക്ക് ആണെന്ന് മനസ്സിലായി. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ള. 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമ്മൾ അതിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും. ത്രോംബോലൈസിസ് എന്നാണ് അതിന് പറയുന്നത്. ആൾട്ടിപ്ലേസ്, ടെനിക്റ്റിപ്ലേസ് അങ്ങനത്തെ മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ക്ലോട്ട് അലിയിക്കുന്ന ഇഞ്ചക്ഷൻ ആണ്. അപ്പൊ അത് വേണ്ടുന്ന ഡോസിൽ അതിന് അർഹതപ്പെട്ട ആളാണോ അല്ലെങ്കിൽ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളതാണെങ്കിൽ കൊടുക്കില്ല, ഇല്ലെങ്കിൽ നമ്മൾ അത് കൊടുക്കും. എന്നിട്ട് പിന്നെ നോക്കുന്ന രക്തക്കുഴലിൽ എവിടെയെങ്കിലും ക്ലോട്ട് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കിനെ റിമൂവ് ചെയ്യണം. നമ്മൾ ഹാർട്ടിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ, ഹാർട്ടിന് ആൻജിയോപ്ലാസ്റ്റി. അതുപോലെ തന്നെയാണ് ബ്രെയിനിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. അതായത് ഒരു ചെറിയ ഒരു നേർത്ത വയർ കമ്പി, അത് കടത്തി വിട്ടിട്ട് സമയമെടുത്ത് കടത്തി വിട്ടിട്ടാണ് ക്ലോട്ടിനെ എടുക്കുന്നത്. അപ്പൊ ആ ബ്ലോക്ക് അങ്ങ് മാറും. എന്നാലും രക്തത്തിന്റെ സർക്കുലേഷൻ നോർമൽ ആവും, അല്ലെങ്കിൽ വീണ്ടും ആ ഡാമേജ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ. മരുന്ന് കൊടുക്കുന്ന പ്രൊസീജിയർ നമ്മളൊരു 4.5 മണിക്കൂറിനുള്ളിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ത്രോംബെക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ ശരിക്കും ഒരു കുറച്ച് സമയം, നമുക്കൊരു 6 മുതൽ 16 മണിക്കൂറിനുള്ളിൽ പേഷ്യന്റിനെ കൊണ്ടുവന്നാലും അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് മെക്കാനിക്കൽ ത്രോംബെക്ടമി 2 പ്രൊസീജിയർ ആണ് നമ്മൾ മെയിൻലി ഈ സ്ട്രോക്കിന് ചെയ്യുന്നത്. ഈ പ്രൊസീജിയർ ചെയ്യുന്നത് രക്തത്തിന്റെ സർക്കുലേഷൻ വീണ്ടും നോർമൽ ആകാൻ വേണ്ടിയാണ്. അപ്പം നമുക്കൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ ഡാമേജ് കൂടും ഓരോ സെക്കൻഡ് കഴിയുന്നതോറും. അപ്പൊ ആ ടൈം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ടൈമിൽ കൊണ്ടുവരുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിയുവാണെങ്കിൽ ആ പേഷ്യന്റ് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. വൺസ് വീക്ക്നെസ് അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ചെയ്യാൻ ഒത്തിരി സമയം, ഫിസിയോതെറാപ്പി അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി സമയം എടുക്കും. അതാണ് ഇതിന്റെ പ്രോബ്ലം. പിന്നെ നമ്മൾ പേഷ്യന്റ് ടെമ്പറേച്ചർ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ്, ഹാർട്ടിൻ്റെതായിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യും. ഏതൊരു സ്ട്രോക്ക് പേഷ്യന്റ് വന്നാലും ക്ലോട്ട് ആണെങ്കിൽ അത്യാവശ്യമായിട്ട് ഹാർട്ടിന്റെ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിനകത്ത് ക്ലോട്ട് ഉണ്ടെങ്കിൽ ആ ക്ലോട്ട് തെറിച്ച് പോയാലും സ്ട്രോക്ക് വരാം. 2, ഹാർട്ട് ഇടിക്കുന്ന ഹോൾട്ടർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഹോൾട്ടർ എന്ന് പറഞ്ഞൊരു മെഷീനാണ്. അത് ജസ്റ്റ് ഇങ്ങനെ ചെസ്റ്റിൽ ഘടിപ്പിച്ചിരിക്കും.
അതൊരു വള്ളിയിലോ എല്ലാം ഘടിപ്പിക്കും, അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കും. ഈ ഹോൾട്ടർ ആണെങ്കിൽ ഈ 24 hours അല്ലെങ്കിൽ 48 hours ECG റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും, നമ്മുടെ ഹാർട്ടിന്റെ റിതം റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ എപ്പോഴെങ്കിലും ഹാർട്ട് ഇടിക്കുന്ന ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ അടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണം വരാം. അത് ഈ സ്ട്രോക്ക് ക്ലോട്ട് ഫോം ചെയ്ത് തെറിച്ച് വലിയ സ്ട്രോക്കും പോലെ വരാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതറിയാൻ വേണ്ടിയാണ് കാർഡിയോളജി ഇവാലുവേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പം സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതലായിരുന്നു സ്ട്രോക്കിന്റെ ഇൻസിഡൻസ്. കാരണം കോവിഡ് എന്ന് പറയുന്ന വൈറസ് കുറച്ചൊരു ഈ ക്ലോട്ട് ഉണ്ടാക്കാൻ ആയിട്ട് ടെൻഡൻസി ഉള്ള ഒരു സംഭവമായിരുന്നു. അതുപോലെ ഒത്തിരി ഇൻഫെക്ഷൻസ് ഇതിന് കാരണമാക്കുന്നുണ്ട് സ്ട്രോക്ക് ഉണ്ടാക്കാൻ. ഇൻഫെക്ഷൻസ്, പിന്നെ വാദസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ, കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ്, ഇതെല്ലാം സ്ട്രോക്ക് കൂട്ടാനായിട്ടുള്ള കുറച്ച് കാരണങ്ങളാണ്. അപ്പം അത് എന്തുകൊണ്ട് സ്ട്രോക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ ക്ലോട്ട് ആണെങ്കിൽ ക്ലോട്ട് ഫോം ചെയ്യും, നമ്മുടെ രക്തക്കുഴലിൽ ക്ലോട്ട് ഫോം ചെയ്തിട്ട് അത് തെറിച്ച് പോവുക, അല്ലെങ്കിൽ അത് രക്തക്കുഴലിൽ വന്നിട്ട് അത് ബ്ലോക്ക് ഉണ്ടാക്കുക, അങ്ങനത്തെയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം ബ്ലീഡ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ക്ലോട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ക്ലോട്ട് എന്ന് പറയുമ്പോൾ ക്ലോട്ട് വന്ന് ബ്ലോക്ക് ചെയ്യും, അപ്പം ഡാമേജ് ഉണ്ടാക്കും. ആ ഡാമേജ് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ ഇഞ്ചക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റെന്റ് ഇട്ടിട്ട് ആ ക്ലോട്ട് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത്രയും പ്രൊസീജിയേഴ്സ് ചെയ്യാം. നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ത്രോംബലൈസിസ് എന്ന പ്രൊസീജിയറിന് എനിക്ക് തോന്നുന്നു 50,000 ആ മരുന്നിന് 50,000 ആണ് അതിന്റെ എമൗണ്ട്. പക്ഷെ മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയറിന് ഏകദേശം 5 ലക്ഷം ആണ് കോസ്റ്റ് വരുന്നത്. പിന്നെ പ്ലസ് ബാക്കിയുള്ള ഇതെല്ലാം വരും. അപ്പൊ നമ്മൾ ആ ടൈമിൽ കൊണ്ടുവരുവാണെങ്കിൽ മേ ബി നമുക്ക് ആ ഇഞ്ചക്ഷനോട് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വേറൊരു കോംപ്ലിക്കേഷൻ സ്ട്രോക്കിന്റെ ഉള്ളത്, നമ്മൾ ഈ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഡാമേജ് വന്നു, പക്ഷെ ആ ഡാമേജ് അവിടെ വെച്ച് നിൽക്കുന്നില്ല, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഒരു സ്ട്രോക്ക് വരുമ്പോൾ ഒരു ഫസ്റ്റ് 72 hours വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആദ്യത്തെ 3 ദിവസം, ഈ 3 ദിവസത്തിലാണ് ഈ സ്ട്രോക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതും ആ വീക്ക്നെസ് കൂടുന്നതും ഒക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു 72 മണിക്കൂർ വളരെ ക്രിട്ടിക്കലാണ്. എപ്പോഴും നമ്മൾ നന്നായിട്ട് പേഷ്യന്റിനെ നോക്കണം, നല്ല പ്രോപ്പർ കെയർ കൊടുക്കണം. അപ്പൊ ആ ഒരു 72 hours കഴിയുമ്പോൾ ഏകദേശം ഫർദർ ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻ കേസ് നമുക്ക് ആ ഒരു 72 മണിക്കൂറിൽ തന്നെ വലിയ ഡാമേജ് ആണെങ്കിൽ അതിന്റെ നീര് കൂടുകയും അതിൽ നിന്നുള്ള പ്രഷർ വരികയും ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അതായത് ഈ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഈ നീര് സ്ട്രോക്ക് ഡാമേജ് കാരണം ഉണ്ടാകുന്ന നീര് ചിലപ്പം താഴേക്ക് പ്രസ് ചെയ്യും. താഴെയാണ് മെഡുല ഒബ്ലോങ്കേറ്റ, നമ്മുടെ ബ്രെയിനിന്റെ താഴെയാണ് ബ്രെയിൻ സ്റ്റെം, അതായത് മെഡുല ഒബ്ലോങ്കേറ്റ, പോൺസ്, അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഇരിക്കുന്നത്. ഈ മെഡുല ഒബ്ലോങ്കേറ്റയിലാണ് ഹാർട്ടിന്റെയും റെസ്പിറേറ്ററി സെന്റേഴ്സ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പ്രഷർ വരുവാണെങ്കിൽ സ്വന്തമായി ശ്വസിക്കാൻ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോഴാണ് വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വരുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ ആന്റി എഡീമ മെഷേഴ്സ് എന്ന് പറയുന്നത്, നീര് കുറയ്ക്കാനുള്ള മരുന്നുകൾ നോക്കി കൊടുക്കും. അതുപോലെ നമ്മൾ ചില ആൾക്കാർക്ക് സർജറി വേണ്ടി വരും. അത് സർജറി എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്കാൽപ്പിന്റെ ഒരു ഭാഗം എടുക്കുകയും ഈ നീര് പുറത്തേക്ക് തള്ളിവിടുകയും ചെയ്യും. അപ്പൊ അകത്തോട്ട് നീര് ഫോം ചെയ്യത്തില്ല. അപ്പം ആ ഒരു സർജറിയും ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ കാരണം ഇതാണ്. ഇപ്പൊ സ്ട്രോക്ക് വന്ന് സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ സ്ട്രോക്കിന്റെ കാരണങ്ങൾ ഈ 2 ടൈപ്സ് ആണ്, ഇഷ്കീമിക്, ഹെമറാജിക്. അതായത് ക്ലോട്ട് വരികയും അത് ഡാമേജ് ഉണ്ടാക്കുകയും, 2 ബ്ലീഡിങ്, ഹെമറാജിക്, രക്തക്കുഴൽ പൊട്ടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഈ രക്തക്കുഴൽ പൊട്ടുന്നതെന്ന് പറയുമ്പോൾ 1 BP കൂടിയിട്ടാണ് ഈ രക്തക്കുഴൽ പൊട്ടുന്നത്. 2 ഈ രക്തക്കുഴലിൽ നോർമലി ഒരു അനാറ്റമി ഉണ്ടാവും. ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആയിരിക്കും രക്തക്കുഴലിന്റെ അനാറ്റമി. ചിലർക്ക് ഈ വെയിനും ആർട്ടറിയും തമ്മിൽ യോജിച്ചിരിക്കും. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ്. ചിലർക്ക് ബലൂൺ പോലെ വീർത്തിരിക്കും, ഈ രക്തക്കുഴലിൽ ബലൂൺ പോലെ വീർത്തിരിക്കും. അത് പൊട്ടിയാൽ അന്യൂറിസം എന്ന് പറയും, അത് പൊട്ടിയാൽ അപ്പൊ അതിനെ പിന്നെ കോയിൽ ചെയ്യുക, കെട്ടുക, അതിനെ സർജറി വെച്ച് കെട്ടുക, അങ്ങനെ അല്ലെങ്കിൽ സ്റ്റെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള പ്രൊസീജിയർ അതിന് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പിന്നെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അത് കാരണം ഓരോ സെക്കൻഡും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 താഴെ കീപ്പ് ചെയ്യുക. പിന്നെ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുന്ന ഷുഗർ 140 താഴെ, BP ഒരു 140-80 താഴെ, കൊളസ്ട്രോൾ 200, ടോട്ടൽ കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ ഒരു 100, ട്രൈഗ്ലിസറൈഡ്സ് ഒരു 150, HDL ഒരു 60ന്റെ മേളില്, അങ്ങനെ ബോഡി മാസ് ഇൻഡെക്സ് എപ്പോഴും 25 താഴെ കീപ്പ് ചെയ്യുക.
ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒബീസിറ്റി വരാതിരിക്കാൻ ബോഡി വെയിറ്റും ഹൈറ്റും വെച്ചിട്ട് റേഷ്യോ ആണ്. അത് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക. എന്ത് എക്സസൈസും ചെയ്യാം. നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും അരമണിക്കൂർ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം. ഒന്നുകിൽ നടക്കുക, അല്ലെങ്കിൽ സുംബ അങ്ങനത്തെ എക്സസൈസ് ഒക്കെ ചെയ്യാം. ജിമ്മിൽ പോവാം, അല്ലെങ്കിൽ നടക്കാം. ഇഷ്ടമുള്ള എക്സസൈസ് എന്താന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഡയറ്റ് റെസ്ട്രിക്ഷൻ നമ്മൾ വറുത്തത് പൊരിച്ചത് അധികം കഴിക്കാതിരിക്കുക, ആൽക്കഹോൾ ഇൻടേക്ക് കുറയ്ക്കുക, സ്മോക്കിംഗ് ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ സെഡൻഡറി, അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന ഇതാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് റിലാക്സേഷൻ, പുറത്തു പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി മൈൻഡ് റിലാക്സേഷൻ, സ്ട്രെസ് വരുമ്പോഴും അഡ്രിനാലിൻ ഹോർമോൺ കൂടും. അപ്പം ഈ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ തന്നെ റിലാക്സേഷൻ ടെക്നിക്സ് നോക്കുക, പ്രെയർ, പിന്നെ യോഗ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ടെക്നിക്സ് നോക്കുക. ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോസസും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റും ഇതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ അതിന്റെ എല്ലാ വശങ്ങളും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് അവതരിപ്പിച്ചു. ശരിക്കും കേട്ടപ്പോഴ് പല കാര്യങ്ങളും പുതിയതായിട്ട് അറിയാനായിട്ട് സാധിച്ചു. അതിനോടൊപ്പം തന്നെ അല്പമൊക്കെ ഒരു ഭീതിയും മനസ്സിലുണ്ടായി. കാരണം കുറെ കൂടെ ഒക്കെ ഇനിയും ശ്രദ്ധിക്കണമല്ലോ. ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയങ്ങൾ തന്നെ ഈ വ്യക്തിപരമായിട്ട് എൻ്റെ ലൈഫിൽ പോലും ശ്രദ്ധിക്കാത്ത വിഷയങ്ങളൊക്കെ ഇതിനൊക്കെ കാരണമാകുമെന്നുള്ള ഒരു അറിവ്, ഒരു ഭയത്തോടു കൂടിയാണ് കേട്ടത്. വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ചർച്ചയുണ്ട്. ചർച്ചയില് ആൾക്കാര് ഓരോ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് 1 to 1 ഉത്തരവാണ് നൽകേണ്ടത്. ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ സിസ്റ്റത്തിനകത്ത് ഹാൻഡ് റൈസ് ചെയ്യുകയോ അതിന് ബുദ്ധിമുട്ടുള്ളവർ ചാറ്റ് ബോക്സിൽ പേര് എഴുതിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഓപ്പൺ ഫോറം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ അഡ്മിന്മാരിൽ ഒരാളായ VI ജേക്കബ് സാറ് ഇപ്പോൾ അനൗൺസ്മെന്റ് നടത്തുന്നതായിരിക്കും. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ 258ാമത് ലൈവ് വെബിനാർ പതിവ് പോലെ അടുത്ത ജൂൺ 28-ാം തീയതി രാത്രി, ശനിയാഴ്ച രാത്രി 8 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. അടുത്ത വെബിനാറിലേക്ക് എല്ലാവരെയും വളരെ ഹാർദവമായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അടുത്ത വെബിനാറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, നമ്മളിപ്പോഴ് ഓപ്പൺ ഫോറത്തിലേക്കാണ്. സിസ്റ്റത്തിലൂടെ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചാറ്റ് ബോക്സിൽ പേര് നൽകുകയോ ചെയ്യുന്നവർക്ക് ചോദ്യങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്ത് പറയാനായിട്ട് പറ്റുമെങ്കിൽ അതിനും അവസരമുണ്ട്. ഇപ്പം മിസ്റ്റർ കോശിയാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം സിസ്റ്റം വീഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിക്കാം. വളരെ ചുരുക്കി സംസാരിക്കണം. കൂടുതൽ ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മിസ്റ്റർ കോശിക്ക് ആരംഭിക്കാം. എനിക്ക് ചോദിക്കുന്ന 2 കാര്യങ്ങൾ. നമ്മൾ ഈ സ്ട്രോക്ക് ഒന്നും വരാത്ത ഒരാൾ, ഒന്നാമത്തെ കാര്യം, സ്ട്രോക്ക് വരാത്തൊരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ, വാട്ട് ടൈപ്പ് ഓഫ് എക്സസൈസസ് ആർ ബെസ്റ്റ്? നമുക്കിങ്ങനെ സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ഫിസിക്കൽ എക്സസൈസ്, വിച്ച് ടൈപ്പ് ഓഫ് എക്സസൈസ് ഇസ് ബെസ്റ്റ്? അതൊന്ന്. രണ്ടാമത് ചോദ്യം, ഈ സ്റ്റാറ്റിൻസ് കൊളസ്ട്രോൾ റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ആൾക്ക്. സ്റ്റാറ്റിൻ മെഡിസിൻസ്, റോസുവെസ്റ്റാറ്റിന്, അറ്റോവെസ്റ്റാറ്റിന്, ഇങ്ങനെയുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഡയബറ്റിസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഏറ്റവും റീസെന്റ് റിസർച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ കോസ് ഫോർ ഡയബറ്റിസ്, സ്റ്റാറ്റിൻസ്. ഇത് കറക്റ്റ് ആണോ, ശരിയാണോ? എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ആയി എനിക്കുള്ളത്.
എക്സസൈസസ് എന്ന് പറയുമ്പോൾ നമ്മള് ഓരോരുത്തരുടെ പ്രായം അനുസരിച്ച് അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ആണ്. കൂടുതലും എയ്റോബിക് എക്സസൈസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സസൈസസ് ആണ് ചെയ്യാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നടക്കുന്നത്, ഓടുന്ന, ജോഗിങ് ആയിട്ടുള്ളത്, ഡാൻസ്, സുംബ അങ്ങനെയുള്ളത്. അപ്പൊ ഓരോ ഏജിനും പറ്റും. പിന്നെ ജിമ്മില് പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് അങ്ങനത്തെ ഉള്ളതും റെക്കമെൻഡ് ആണ്. നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് കുറച്ചൊരു മെറ്റബോളിസം കൊടുക്കാനാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്നതിന് പകരം കുറച്ചൊരു മെറ്റബോളിസം കൊടുക്കാനാണ് എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സസൈസ് വരുമ്പോൾ രക്തത്തിന്റെ സർക്കുലേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും. നല്ല ഹോർമോൺസ്, ഹാപ്പി ആയിട്ടുള്ള നല്ല ഹോർമോൺസ് വരും. സ്ട്രെസ് ആയിട്ടുള്ള ഹോർമോൺസ് കുറെ പോവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ക്ലോട്ടിംഗ് ടെൻഡൻസി കുറെ കുറയും. അപ്പം എന്ത് എക്സസൈസ് വെച്ചാൽ ഓരോരുത്തരുടെ ഏജ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 40 to 50 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇപ്പം നടക്കുക, ജോഗിങ് ചെയ്യുക, ജിമ്മിൽ പോകാൻ പറ്റുന്നവർ അത് ചെയ്യുക. ഒരു ഹാഫ് ആൻ അവർ ഒരു വീക്കിൽ ഒരു 4 days ചെയ്യാം. അങ്ങനെ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയത്തില്ല, ഓരോരുത്തർക്ക് പറ്റുന്നത്. പിന്നെ സ്റ്റാറ്റസിന്റെ കാര്യം എനിക്ക് അത്ര ക്ലിയർ അല്ല, ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. പക്ഷെ ഇതുവരെ എന്റെ നോളജിലില്ല സ്റ്റാറ്റൻസ് അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാക്കും എന്നുള്ളതില്ല. അടുത്തത് മിസ്റ്റർ രാജു ഫിലിപ്പ് DTM. താങ്ക് യു വിൽസൺ സർ. ഇത്തരം ഒരു സെഷൻ സംഘടിപ്പിച്ചതിന് പ്രത്യേകമായിട്ട് ഞാൻ എന്റെ ചുമതലക്കാരോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഡോക്ടർ കൃഷ്ണശ്രീ മാഡം വളരെ വ്യക്തമായിട്ട് ഈ സ്ട്രോക്കിനെ കുറിച്ച് ഇവിടെ ഒരു ക്ലാസ് എടുത്തു. മാഡത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ആക്ച്വലി എനിക്ക് ജസ്റ്റ് ചോദിക്കാനുള്ളത്, ഡയബറ്റീസ് ഒക്കെ തീർച്ചയായിട്ടും സ്ട്രോക്ക് ഉണ്ടാകാനായിട്ട് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, ക്യാൻസർ ഉണ്ടാക്കുവാനായിട്ട് അത് ഇടയാക്കുന്നത് പോലെ സ്ട്രോക്ക് ഉണ്ടാക്കാനും ഇടയാക്കുമെന്നാണ് മാഡം പറഞ്ഞാൽ തോന്നുന്നത്. തീർച്ചയായിട്ടും ഡയബറ്റിക്സ് ഉള്ളവർ, പ്രത്യേകിച്ചും ഡയബറ്റിക്സ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു അസുഖമാണ്, ജീവിതശൈലി രോഗമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് യോഗയും മെഡിറ്റേഷനും ആയിരിക്കും ഏറ്റവും നല്ല രീതി. കാരണം ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആണ്, June 21 ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും യോഗ ആൻഡ് മെഡിറ്റേഷൻ വളരെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പാർക്കിൻസൺസ് ഡിസീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയാണ്. പാർക്കിൻസൺസ് ഡിസീസ് ഈ പറയുന്ന സ്ട്രോക്ക് വരുന്നവർക്ക് പാർക്കിൻസൺസ് ഡിസീസായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? സ്ട്രോക്ക് വരുന്നവർക്ക് പാർക്കിൻസൺസ് ഡിസീസ് ആയിട്ട് മാറാൻ സാധ്യതയില്ല. സ്ട്രോക്ക് വരുന്ന ആൾക്കാർക്ക് ഈ രക്തക്കുഴലിൽ ബ്ലോക്ക് ആവുകയും അങ്ങനെ ഡാമേജ് ബ്രെയിനിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന്റെ ഡാമേജ് ഒരുപാട് അധികമാകുമ്പോൾ നമ്മുടെ പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകാൻ കാരണം നമ്മുടെ ബ്രെയിൻ ചുരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കുറയുന്നതുകൊണ്ടാണ്. ബ്രെയിനിന്റെ ചുരുക്കം, ഒരു ഭാഗത്തെ ചുരുക്കം കാരണം ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ കുറയുന്ന കാരണമാണ് പാർക്കിൻസൺസ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം സ്ട്രോക്ക് ആ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ആയിട്ട് വരുവാണെങ്കിൽ സ്ലോനെസ്, പാർക്കിൻസൺ പോലത്തെ സിംറ്റംസ് വരാം. യഥാർത്ഥമായിട്ടുള്ള പാർക്കിൻസൺസ് ആണ് സെക്കൻഡറി പാർക്കിൻസൺസം എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ ടിപ്പിക്കൽ പാർക്കിൻസൺസ് എന്ന് പറയുന്നത് അത് ഡിഫറെന്റ് ആണ്. പാർക്കിൻസോണിയൻ സിംറ്റംസ് വരാം. ഡോപ്പമിൻ എന്ന് പറയുന്നത് ഹാപ്പി ഹോർമോൺ അല്ലേ? അതെ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അതെ ഹാപ്പി ആയിട്ട് അതെ. അപ്പൊ നമ്മൾ ഹാപ്പി ഹോർമോൺ കുറയുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞ പോലെ ഈ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സസൈസ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറെ പാർക്കിൻസണിയൻ അസുഖങ്ങൾ നമുക്ക് തടയാനും സാധിക്കും. താങ്ക് യു വെരി മച്ച്. അടുത്തത് മിസ്റ്റർ ഫിലിപ്പ് കല്ലട. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ കൃഷ്ണശ്രീയുടെ പ്രഭാഷണം വളരെ ശ്രദ്ധയോടെ ഞാൻ കേൾക്കുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞത് പെട്ടെന്നുണ്ടാകുന്ന സ്ട്രോക്കിനെ കുറിച്ചാണ്. പെട്ടെന്നുണ്ടാകുന്ന സ്ട്രോക്കുകാരെ എന്തൊക്കെ പരിചരിക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള കാര്യം വിശദമായിട്ട് പറഞ്ഞു. എൻ്റെ സംശയം, സ്ട്രോക്കിൻ്റെ ആരംഭം വളരെ സാവധാനത്തിലായിരിക്കും. എൻ്റെ ഒരു ബ്രദറിലേക്ക് ഉണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ പറയട്ടെ. ഇടതുവശത്തെ കാലിലും കൈക്കും ചെറിയൊരു മരവിപ്പ് പോലെ ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴുമില്ല. അതുപോലെ ഷർട്ട് ഇടാനൊക്കെ ഒരു പ്രയാസം പോലെ. ഇത് നമ്മുടെ നാട്ടിലെ പ്രസിദ്ധമായ 2 ഹോസ്പിറ്റലിൽ കേരളത്തിൽ കൊണ്ട് കാണിച്ചു.
ഇപ്പോൾ ഈ ഡോക്ടേഴ്സ് എല്ലാം വിവിധ അഭിപ്രായങ്ങളാണ് പറയുന്നത്. MRI സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞു, ഇത് അൾഷിമേഴ്സിൻ്റെ ആരംഭമാണ്, ഇത് മറ്റെന്തോ സംശയങ്ങളൊക്കെ അവർ പറയുന്നു, കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ഇത് മാറുന്നില്ല, അസുഖം മാറുന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകള് പെട്ടെന്ന് ചാണ്ഡീഗറിൽ പഠിക്കുകയാണ്. അങ്ങോട്ട് കൊണ്ടുപോയി അവരവിടെ ചികിത്സിച്ചപ്പോൾ MRI സ്കാൻ എടുത്തപ്പോൾ തന്നെ കണ്ടു ബ്രെയിനകത്തെ ബ്ലഡ് ഇറങ്ങിയിട്ടുണ്ട്, വെയിൻ പൊട്ടിയിട്ടുണ്ടെന്നുള്ളത്. അവരൊരു 3 ദിവസം കൊണ്ട് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് ആ ബ്ലഡ് എടുത്തു കഴിഞ്ഞപ്പോൾ പ്രശ്നം പരിഹരിക്കുക ചെയ്തു. എൻ്റെ സംശയം, സാവധാനത്തിലുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും? പലപ്പോഴും പല ഡോക്ടേഴ്സും പല അഭിപ്രായങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അതിൻ്റെ ഒരു സംശയത്തിന് ഉത്തരം പറയുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇപ്പൊ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒരു ഭാഗത്താണ് മരവിപ്പ് അനുഭവിച്ചു എന്നല്ലേ പറഞ്ഞത്? ഒരു കൈയും ഒരു കാലും. അപ്പൊ നമ്മൾ പറഞ്ഞ കോഡിൽ ബി ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഭാഗം ഉണ്ടാകുന്ന തളർച്ച, അതിൽ മരവിപ്പും ഉൾപ്പെടാം. അപ്പൊ അതുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോക്ക് തന്നെയാണ് സസ്പെക്ട് ചെയ്യുന്നത്. കാരണം ഒരു ഭാഗത്തുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ ബ്രെയിനിന്റെ മറ്റൊരു ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു എന്നാണ്. ബ്രെയിൻ MRI നോർമൽ ആണെങ്കിൽ കൂടിയും ആ ഒരു സിംറ്റം ഒരു 24 മണിക്കൂറിനുള്ളിൽ ഭേദമായിട്ടുണ്ടെങ്കിൽ അതിനെ മൈനർ സ്ട്രോക്ക്, മിനി സ്ട്രോക്ക് എന്ന് പറയും. TIA എന്ന് നമ്മൾ പറയും, മിനി സ്ട്രോക്ക് എന്ന് പറയും. അതിൽ MRIയിൽ നോർമൽ ആയിരിക്കും. ഒരു ഭാഗത്ത് സിംറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ സ്ട്രോക്കിന്റെ പോസിബിലിറ്റി തന്നെ അത് എന്തും ആവാം, ബ്ലീഡും ആകാം, ക്ലോട്ടും ആകാം. അത് അങ്ങനെ തന്നെ കിട്ടും. പിന്നെ അൾഷിമേഴ്സ് എന്ന് അതിന് പറയണമെങ്കിൽ നമുക്ക് മെമ്മറി ലോസ് വരണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസോറിയന്റേഷൻ, നമുക്ക് ഒരു ഓറിയന്റേഷൻ ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ മെമ്മറി ലോസ് ആണ് ഏറ്റവും അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിംറ്റം സാർ പറഞ്ഞില്ലല്ലോ. പറഞ്ഞത് ഒരു ഭാഗത്തുള്ള മരവിപ്പ് എന്നല്ലേ. ഒരു ഭാഗത്തുള്ള മരവിപ്പ് മാത്രമാണ് കംപ്ലൈന്റ് എങ്കിൽ നമ്മൾ സ്ട്രോക്ക് തന്നെയാണ് സംശയിക്കുന്നത്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഡോക്ടേഴ്സ് പല അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ കാരണം എന്താ? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് പേഷ്യനെ കണ്ട് അവരുടെ ഹിസ്റ്ററി എടുത്ത് അവരെ എക്സാമിൻ ചെയ്ത് നമ്മൾ MRI വേണോ എന്ന് നോക്കിയിട്ട് MRI എടുത്തിട്ട് അതിൽ എവിടെയാണ് ഡാമേജ് എന്ന് ലോക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ആ സിംറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് സ്ട്രോക്ക് പെട്ടെന്നുള്ള എമർജൻസിയാണ്. കാരണം അത് പെട്ടെന്ന് കൂടരുതല്ലോ. ഡാമേജ് കൂടി വരുമ്പോഴും സമയമാണല്ലോ ഇമ്പോർട്ടൻ്റ്. ഓരോ സെക്കൻഡിലും ഇത്രയും ലക്ഷം ന്യൂറോൺസ് ഡെത്ത് ആവുന്നതുകൊണ്ട് ആ സമയം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതലും ആ ഹിസ്റ്ററിയിൽ നിന്ന് എക്സാമിനേഷനിൽ നിന്നും തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു. അടുത്തത് മിസ്റ്റർ ലാലു പെരുമാൾ എബ്രഹാം. ലാലു മ്യൂട്ടാണ്, മൈക്ക് ഓൺ ചെയ്യുക. ഇപ്പോൾ ശരിയായല്ലോ. ശരിയായി. ഇതെൻ്റെ ഫാദറിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി, ഇത് കറക്റ്റ് സമയത്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇത് വന്നേക്കുന്നത്, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് തന്നെ വന്നേക്കുന്നത്. ഒരു 15-20 ദിവസമായി അദ്ദേഹം ബാത്റൂമിൽ ഇരിക്കുന്ന നിലയിലാണ് കണ്ടത്. അവിടുന്ന് വിളിച്ചു, ആളിന് ബോധമൊക്കെ ഉണ്ട്, വിളിച്ചു, ഞങ്ങൾ ഒരു വിധത്തിൽ വെളിയിൽ കൊണ്ടുവന്നു, എല്ലാം നോർമലായിട്ട് ആളിനെ കണ്ടത്. പക്ഷെങ്കിൽ 1 മണിക്കൂറിന് ശേഷം കണ്ണിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മുഴ കണ്ടു. അപ്പം മനസ്സിലായി ഇത് വീണതാണെന്ന്. അതിനുശേഷം ഭക്ഷണം കഴിച്ചു, അബ്നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അന്നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇത് 12:30 സംഭവിച്ചു. ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോഴത്തേക്ക് ആൾ വേറെ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതായത് എന്നെ കൊണ്ടുപോകണ്ട അതൊക്കെ പറയുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, വലിച്ച് വളരെ പ്രയാസപ്പെട്ടാണ് ഇറക്കി അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ CT സ്കാൻ എടുത്തപ്പോൾ അദ്ദേഹം ഇത് ബ്ലഡ് തിന്നാക്കുന്ന മെഡിസിൻ, അതെന്താണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആസ്പിരിൻ കഴിക്കുന്നുണ്ടായിരുന്നു. ആസ്പിരിൻ കഴിക്കുന്നതുകൊണ്ട് റൈറ്റ് സൈഡിൽ ഉണ്ടായ ഇടിയുടെ ഭാഗമായിട്ട് ബ്രെയിനിലെ ലെഫ്റ്റ് സൈഡിൽ ബ്ലീഡിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ CT സ്കാനിൽ ബ്ലീഡിങ് കണ്ടു, സെക്കൻഡിനകത്ത് കൺട്രോൾ ആയിന്ന് കണ്ടു. പക്ഷേ ആള് മിക്കവാറും ഉറക്കമാണ്. പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ പേരൊക്കെ ചോദിച്ചാൽ പറയുന്നുണ്ട്. ഇപ്പോഴും വീട്ടിൽ വന്നിട്ടും മിക്കവാറും ഉറക്കമാണ്. പക്ഷെങ്കിൽ ഉണർന്നിരിക്കുമ്പം ചെറിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉപബോധ മനസ്സിൽ നിന്ന് ആദ്യമൊക്കെ നല്ലപോലെ സംസാരിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ചോദിച്ച് വളരെ ഉണർത്തി കഴിഞ്ഞാൽ സംസാരിക്കുന്നുണ്ട്. 86 വയസ്സുണ്ടെങ്കിലും ആൾ സ്കൂട്ടർ ഓടിക്കും, കാർ ഓടിക്കും, വളരെ ആക്റ്റീവായിരുന്നു.
ആക്റ്റീവായിട്ട് കിടപ്പൊന്നുമല്ലായിരുന്നു, നല്ല എല്ലായിടത്തും പോകുന്ന ആളായിരുന്നു. ഇത് എത്രമാത്രം റിക്കവർ ചെയ്യും എന്ന് എനിക്കൊരു ചോദിക്കാനുണ്ട് ഡോക്ടറോട്. അതിന് മറുപടി പറയാമോ? ഇപ്പൊ വലത് ഭാഗത്താണോ വീക്ക്നെസ് ഉള്ളത്? വീക്ക്നെസ്സും ഇല്ല പുള്ളിക്ക്, പക്ഷേ ചെറിയൊരു നീരുണ്ട് ദേഹത്ത്. വീക്ക്നെസ് ഒന്നും ഇല്ല, പക്ഷെ അവളെ മിക്കവാറും ഉറക്കമാണ്. ഓക്കെ, അവര് സ്ട്രോക്ക് എന്നാണോ പറഞ്ഞത്? സ്ട്രോക്കല്ല, സിറ്റിയില് വീണതിൽ നിന്ന് ഓക്കെ. നേഴ്സ് ഡാമേജ് ആയെന്നാണ് പറഞ്ഞത്. പക്ഷേ ബ്രെയിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അങ്ങോട്ടുള്ള ബ്രെയിനിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടോ? ബ്ലഡിനകത്ത് ബ്ലീഡിംഗ് ഉണ്ട്. ബ്ലീഡിംഗ് ഉണ്ടായിരുന്ന കൺട്രോളായി, ഓപ്പറേഷൻ ഒന്നും ചെയ്തില്ല. ഓക്കെ. അപ്പം അദ്ദേഹം അവിടെ പെട്ടെന്ന് ഇരുന്നത് വീക്ക്നെസ് ഒന്ന് ഒരു ഭാഗം തളർന്ന് പോയി പെട്ടെന്ന് ഇരുന്നതായിരിക്കാം. അത് പെട്ടെന്ന് പിന്നെ റിക്കവർ ചെയ്തതായിരിക്കാം. രണ്ട്, അദ്ദേഹം അബോധാവസ്ഥയിലോട്ട് പോയപ്പോൾ വീണതായിരിക്കാം. അത് ഒന്നുകിൽ അത് സീഷർ അല്ലെങ്കിൽ ഒരു TIA എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കാം. ഇപ്പോഴും വീക്ക്നെസ് ഇല്ല, ബ്രെയിനില് ചെറിയ ബ്ലീഡ് ഇടിച്ചതിന്റെ ആഘാതമായിട്ടാണ് ഉള്ളതെങ്കിൽ അത് നമ്മൾ ഈ ജെന്നി പോലെ വന്നിട്ട് അല്ലെങ്കിൽ മയക്കം വന്നതായിരിക്കാം. അപ്പൊ ഒന്നുകിൽ ഒരു മയക്കം വന്നിട്ട് വീണതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രെയിനിൽ രക്തക്കുഴലിൽ പൊട്ടി ബ്ലീഡിങ് വന്നതായിരിക്കാം. അപ്പൊ അത് നമ്മൾ പ്രോപ്പറായിട്ട് പിന്നെ ഹിസ്റ്ററി എടുത്ത് എക്സാമിൻ ചെയ്താലേ കറക്റ്റ് ആയിട്ട് എനിക്ക് എന്താണ് സിനാരിയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ രണ്ട് പോസിബിലിറ്റിയാണ്. അപ്പൊ എന്തുകൊണ്ട് ബോധം പോയി? ഇനിഷ്യലി ബോധം പോയിട്ടുണ്ടോ? അത് ബോധം പോയിട്ടില്ല. ആള് സംസാരിക്കുമായിരുന്നു. അപ്പൊ എങ്ങനെയാ ബാത്റൂമിൽ കണ്ടത്? ബാത്റൂമിൽ നിന്ന് വിളിച്ചപ്പോഴാണ് കണ്ടത്. ഓക്കെ. അദ്ദേഹത്തിന് എഴുന്നേക്കാൻ കഴിയുകയില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നടന്നാ പോയത്. എന്തായാലും എന്തോ ഒരു വീക്ക്നെസ് അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാറിൽ നിന്ന് ഇറക്കാൻ പറ്റാത്തതും അപ്പം നടക്കാൻ പറ്റാത്തതും. എനിക്ക് അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാറിൽ നിന്ന് ഇറക്കാൻ വളരെ ബലം പ്രയോഗിക്കേണ്ടി വന്നു. ഞാൻ പറയുന്നുണ്ട്, എന്നെ ഇവിടെ വിടാൻ പറയുന്നുണ്ട്. അതെ. അത് മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഉണ്ട് അതില്. അതായത് നമുക്ക് ഒന്ന് ബോധം പോയ കാരണം, ബോധം എന്ന് വെച്ചാൽ അബ്നോർമൽ ആയിട്ടുള്ള സെൻസോറിയം വന്നത് എന്തുകൊണ്ടെന്ന് നോക്കണം. ഹാർട്ടിന്റെ അബ്നോർമാലിറ്റി ഉണ്ടോ നോക്കണം. ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ ബ്ലീഡിങ് വന്നത്? അതായത് രക്തക്കുഴൽ പൊട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ AV മാൽഫോമേഷൻ, അന്യൂറിസം, അങ്ങനത്തെ കണ്ടീഷൻ. അതായത് രക്തക്കുഴൽ ബലൂൺ പോലെ വീർത്തിട്ടുണ്ടോ, ആർട്ടറി വെയിൻ തമ്മിലുള്ള മാൽഫോമേഷൻ ഉണ്ടോ. അതിന് CT ആണ് എടുത്തതെങ്കിൽ CT ബ്രെയിൻ വിത്ത് CT ആൻജിയോയും കൂടെ എടുക്കണം. അപ്പം MRI ആണ് എടുത്തതെങ്കിൽ MR ആൻജിയോയും കൂടെ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിന് പറയാൻ പറ്റൂ. എത്രമാത്രം റിക്കവർ ചെയ്യും? അത് എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇരിക്കും. അപ്പം ഇതില് ആൻജിയോ എടുത്തിട്ടുണ്ടോ? ഇല്ല, എടുത്തിട്ടില്ല. അങ്ങനെയുള്ള BP ഒക്കെ കൺട്രോളിലായിരുന്നു. BPയുടെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഷുഗർ ഇല്ല, BP കൺട്രോളിലായിരുന്നു. കൊളസ്ട്രോളും മരുന്ന്. ബ്ലീഡ് കാരണമുള്ള ബിഹേവിയറൽ ചേഞ്ച് ആണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് സമയം എടുക്കും. മിക്കവാറും രാവിലെയൊക്കെ പുള്ളി ഉണർന്നിരിക്കും, കുറച്ചൊക്കെ ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ പേരൊക്കെ ചിലരെ കണ്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതാ ഞാൻ ചോദിച്ചത്. പ്രോപ്പറായിട്ട് നോക്കേണ്ടി വരും. അത് അല്ല, എന്നാലേ അതിനൊരു ഉത്തരം പറയാൻ സാധിക്കും. ഡോക്ടറിന്റെ നമ്പറോട് തന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു ഇത് അയച്ചു തരായിരുന്നു. നമ്മള് ഫോണിൽ കൂടെ കൺസൾട്ട് ചെയ്യാറില്ല. നമ്മള് കിംസ് വഴി ടെലി കൺസൾട്ടേഷൻ ആയിട്ട് എടുത്താലും. കിംസിൽ വിളിച്ചാൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അടുത്തത് ശ്രീമതി അനില ജേക്കബ്. മാഡം, രണ്ട് ചോദ്യം ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് വന്നതിന് ശേഷം കോവിഷീൽഡ് എന്ന് പറഞ്ഞൊരു വാക്സിന് 2 ഡ്രോബാക്സ് ഉണ്ടാകുന്നുണ്ടെന്ന് ഒരു റൈറ്റപ്പ് കണ്ടു. അതിൻ്റെ അകത്ത് ഒരു റീസൺ, ഈ കോവിഷീൽഡിന്റെ ഒരു ഡ്രോബാക്ക്, ഒന്ന് ഇത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നു, 2 ഈ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നു. അപ്പം ഇത് രണ്ടുമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിന് D-ഡൈമർ ടെസ്റ്റ് എടുക്കണമെന്ന്. D-ഡൈമർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അത് എടുക്കുന്നത് അത് ശരിയാണോ ഈ ഒരു ഇൻഫോർമേഷന്? എന്നാൽ അതിനെക്കുറിച്ച് വലിയ പ്രാധാന്യം കൊടുത്ത് പേപ്പറിൽ പിന്നെ കണ്ടൊന്നുമില്ല. പക്ഷെ ഇത് യൂത്ത്സിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് ഈ ബ്ലഡ് ക്ലോട്ട്സിന്റെ ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്തവർ ഡെഫിനറ്റ് ആയിട്ട് D-ഡൈമർ ടെസ്റ്റ് എടുക്കണം എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ BP-യുടെ ടാബ്ലറ്റ്സ് നമ്മൾ ഡെയിലി കറക്റ്റ് ടൈമിന് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്, ഒരു പർട്ടിക്കുലർ ടൈമില്. അതായത് ഇപ്പൊ ഒരു ദിവസം അങ്ങ് വിട്ടുപോയി, രാത്രി ആകുമ്പോഴാണ് ഓർക്കുന്നത് ടാബ്ലറ്റ് കഴിച്ചു, അല്ലെങ്കിൽ രാവിലെ തന്നെ എടുക്കത്തില്ല, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഓർക്കുന്നത്, അപ്പോഴെടുക്കുന്നു. ഇത് എന്തെങ്കിലും ഭാവിയിലെ പ്രശ്നമായിട്ട് തീരുമോ? ഈ 2 ചോദ്യമുള്ളത്.
കോവിഷീൽഡ് വാക്സിൻ എല്ലാവരും എടുത്തതാണല്ലോ. അപ്പൊ അതിനിങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. കാരണം കുറച്ച് പേഷ്യൻസിന് കോവിഡ് ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മൾ സ്ട്രോക്ക് വരികയും CBT വെയിനിൽ ക്ലോട്ട് വരികയും ആർട്ടറിയിൽ ക്ലോട്ട് വരികയും ഇൻഫെക്ഷൻ കാരണം ഉള്ള കേസസ് ആ സമയത്ത് കണ്ടിരുന്നു ഒരുപാട്. ഇപ്പം അങ്ങനെ ഉള്ള കേസസ് കാണുന്നില്ല. പിന്നെ വാക്സിനെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം അതിനെക്കുറിച്ചുള്ള ലിറ്ററേച്ചർ വരണം. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ആധികാരികമായിട്ട് നമുക്ക് അസ്യൂം ചെയ്ത് പറയാൻ പാടാണ്. അതായത് നമ്മൾ 1,00,000 ആൾക്കാരിൽ സ്റ്റഡി ചെയ്തിട്ട് അതിൽ നിന്ന് എത്ര പേര് ഇത് ഇങ്ങനെ വന്നു എന്നൊക്കെ കണ്ടുപിടിച്ച് അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം അതിനുള്ള ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ എൻ്റെ അറിവിലില്ല അങ്ങനെ വന്നതായിട്ട് അത് സ്ട്രോക്ക് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടായിരിക്കും. വാക്സിൻ കാരണം, ഇൻഫെക്ഷൻ കാരണം ധാരാളം കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റും ഉണ്ടായിരുന്നു. ഈ ഡൈമർ എന്ന് പറഞ്ഞാൽ അത് ഡൈമർ എന്ന് പറഞ്ഞൊരു അത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നല്ല. അതായത് ആ കോവിഡ് ഇൻഫെക്ഷൻ വരുമ്പോൾ ക്ലോട്ട് വരും, അങ്ങനെ ക്ലോട്ടിന് മാത്രമായിട്ടുള്ള ടെസ്റ്റ് അല്ല. ഡൈമർ പല കേസിലും കൂടാറുണ്ട്, ക്ലോട്ടിന് മാത്രമല്ല. ഡൈമർ ടെസ്റ്റ് എടുത്താല് ബ്ലഡ് ക്ലോട്ട്സിന്റെ ലെവൽ അറിയാനൊക്കും. അപ്പൊ അത് സഹായമാണെന്ന്. പക്ഷെങ്കില് ഈ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞതിന് എൻ്റെ ഹസ്ബൻഡിന് ഇതിന് ശേഷം ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്തതിന് കുറെ നാളുകൾക്ക് ശേഷം പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു. പക്ഷെ മറ്റു പ്രശ്നങ്ങളൊന്നുമല്ല, ബാക്കി എല്ലാ ടെസ്റ്റും ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവർ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലെ ഒരു കാര്യം, അതായത് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറയുന്നു, അത് പക്ഷെ പിന്നീട് അതങ്ങ് ശരിയായി, ഇപ്പം ഓക്കെയാണ്, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെങ്കില് ഈ രണ്ട് കാര്യം പറഞ്ഞതിൻ്റെ അകത്ത് പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തില് ഈ കോവിഷീൽഡ് എടുത്തതിന് ശേഷം സംഭവിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഡൈമർ ടെസ്റ്റ് പിന്നെടുത്തു, കാരണം ഈ ബ്ലഡ് ക്ലോട്ടിന്റെ ലെവല് അറിയാനായിട്ട്. അതുകൊണ്ട് ഞാൻ കാണുന്ന ചെറുപ്പക്കാരോടൊക്കെ പ്രത്യേകിച്ച് പറയാറുണ്ട്, നമ്മൾ അതിനുശേഷം കോവിഷീൽഡ് എടുത്തെങ്കിൽ തീർച്ചയായിട്ടും ഡൈമർ ടെസ്റ്റ് എടുക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ അതുപോലെ മാഡം ഈ റെഗുലറായിട്ട് നമ്മൾ ബിപിയുടെ ടാബ്ലറ്റ്സ് കഴിക്കുന്നത്, ബിപിയുടെ മെഡിസിൻ നമ്മളിപ്പോ രാവിലെ മിസ് ചെയ്ത ഉച്ചയ്ക്കായാലും എടുത്താൽ മതി. കാരണം അത് ഒരു 24 hours എടുക്കാതിരുന്ന BP ഷൂട്ട് ചെയ്താലും പ്രോബ്ലം അല്ലേ. ഏതെങ്കിലും മീൻസ് എപ്പോഴും ഒരേ സമയം തന്നെ എടുക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇൻ കേസ് മറന്നുപോയാലും ഉച്ചയ്ക്ക് വൈകുന്നേരം എടുത്താലും മതി. പിന്നെ BP മോണിറ്റർ വീട്ടിൽ വെക്കുക, അപ്പൊ ഇടയ്ക്ക് നോക്കാലോ. അടുത്ത അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് വെൺമണി. ഡോക്ടർ, ഈ പൾമിനറി എഡിമ ഉള്ള ആള്, ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആകുന്ന ആള്, ഹൈ ഷുഗർ ഉള്ള ആൾ, ഈ ആൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത? ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആയിട്ടുള്ള ആൾക്ക് സ്ട്രോക്ക് വരാൻ ഹൈ ചാൻസ് ആണ്. ഹാർട്ടിന്റെ ഇടിപ്പിന്റെ ഇറഗുലാരിറ്റി കാരണം ക്ലോട്ട് ഫോം ചെയ്യും, ക്ലോട്ട് തെറിച്ച് പോവും, അത് സ്ട്രോക്ക് ഉണ്ടാക്കും. പിന്നെ പൾമനറി എഡീമ ഉണ്ടാക്കുമെന്ന് പറയുന്നില്ല. പൾമനറി എഡീമ ഹാർട്ടിന്റെ ഫംഗ്ഷനെയാണ് കാണിക്കുന്നത്. ഹാർട്ടിന്റെ ഒരു ബ്ലഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമ്പോഴാണ്, ഹാർട്ടിന്റെ ഫംഗ്ഷൻ കുറയുമ്പോഴാണ് ഈ പുറത്തേക്ക് ലങ്സിലേക്ക് നീര് വരുന്നത്. അതാണ് പൾമനറി എഡീമ. അത് ഹാർട്ടിന്റെ ഫംഗ്ഷനെയാണ് കാണിക്കുന്നത്, അത് സ്ട്രോക്കുമായിട്ട് ബന്ധമില്ല. ഷുഗർ കൂടുമ്പോൾ ഡെഫിനറ്റ്ലി രക്തത്തില് ക്ലോട്ട് വരും. അടുത്ത ചോദ്യം ഞാൻ തന്നെയാ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം, ഈ രക്തത്തില് ചിലരുടെ രക്തം തിന്നായിരിക്കും, ചിലരുടെ തിക്കായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് ഈ രക്തം ഇങ്ങനെ തിക്കായി പോകാനും അല്ലെ ക്ലോട്ട് വരാനുമായിട്ടും, അങ്ങനെ ഈ ഡിഫറൻസ് വരാനുള്ള കാരണം ജനിതകമായ ഘടന. ഒരു വീട്ടിൽ തന്നെ രണ്ടുപേർക്ക് ഒരേ ജീനുകളിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്ക് രണ്ട് രീതി കണ്ടിട്ടുണ്ട്. അപ്പം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ബ്ലഡ് അധികമായിട്ട് ക്ലോട്ട് ആകാതെ ഇരിക്കുവാനായിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻസ് വല്ലതും ഉണ്ടോ? അതിനെപ്പറ്റി ഒന്നാമത്തെ ചോദ്യം. അത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ചോദ്യം കൂടെ ഉണ്ട്. തിന്നും തിക്കും ബ്ലഡ് നമ്മൾ അത് എങ്ങനെയാണിത് ക്യാരക്ടറൈസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ബ്ലഡ് ക്ലോട്ട് ആകുന്നതിന് കാരണം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്. അത് ക്ലോട്ടിങ്ങിന്റെ പ്രോബ്ലം നമ്മുടെ ബ്ലഡിൽ വരുന്നതുകൊണ്ടാണ്.
നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ലിവറിൽ നിന്ന് വരാം. അപ്പൊ ലിവറിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വരാം. പിന്നെ കുറച്ച് കിഡ്നിയുടെ കൺട്രോൾ ഉണ്ട്. പിന്നെ അപ്പൊ നമുക്ക് ആ ഒരു ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൽ നിന്നുള്ള പ്രോബ്ലം കാരണമാണ് നമുക്ക് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ അത് ജനിതകമായിട്ടുള്ള റീസൺസ് ഉണ്ട്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ട്, നമ്മുടെ ടെൻഷൻ, ഞാൻ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും അതിൽ വരും. ഈ അതുകൊണ്ട് ചിലത് ഒരു വീട്ടിലെ എല്ലാവർക്കും സ്ട്രോക്ക് വരണമെന്നില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരാൾക്ക് വരാം, ഒരാൾക്ക് വരില്ല. കാരണം ഇത്രയും ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട്. ചിലർ എക്സസൈസ് ചെയ്യുന്നവരായിരിക്കാം, ചിലര് ചിലപ്പോൾ ജനറ്റിക് അത്രയും ടെൻഡൻസി ഉള്ളവരായിരിക്കില്ല. അങ്ങനെ അല്ല, ചിലരുടെ ശരീരത്ത് ഇങ്ങനെ ചില സമയങ്ങളിൽ നമ്മള് കാലിലും കയ്യിലും അവിടെ ഇവിടെയൊക്കെ ക്ലോട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറുത്ത് കിടക്കുന്നതായിട്ട് കാണാം. കുറച്ച് കഴിയുമ്പോൾ കുറെ നാളുകൾക്ക് ശേഷം അത് മാറും, പിന്നെയും വരും. ഇങ്ങനെ കാണുന്ന അത് എന്ത് പ്രതിഭാസമാണ് ഈ ക്ലോട്ടിങ്ങുമായിട്ട്? ക്ലോട്ടിങ്ങിന്റെ അബ്നോർമാലിറ്റി തന്നെയാണ്. പ്ലേറ്റ്ലെറ്റിന് ഉണ്ടാകുന്ന അബ്നോർമാലിറ്റി കാരണമാണ് അതുപോലെ വരുന്നത്. അത് ചില ആൾക്കാർക്ക് പ്ലേറ്റ്ലെറ്റ് വളരെ തിന്നായിരിക്കും, അത് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. അത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ പ്രോബ്ലം കാരണം വരുന്നത്. അത് എന്ത് ആണ് കാരണം എന്ന് ശരിക്കും ഐഡന്റിഫൈ ചെയ്ത് ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് വരാതിരിക്കാൻ നോക്കാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അടുത്തത് നമ്മൾ ഈ സ്ട്രോക്ക് ഒരു നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു രോഗം തന്നെയാണ്. അങ്ങനെ ആവുമ്പോഴേ അതിന് പ്രിക്കോഷൻസ് ആയിട്ട് വല്ല മെഡിസിൻസോ വല്ല വൈറ്റമിൻസോ എന്തെങ്കിലും അതിനൊരു റെമഡി ആയിട്ട് ഉള്ള സാധനങ്ങളും എല്ലാം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് റെമഡി ആയിട്ട് മെഡിസിൻ ഒന്നുമില്ല. നമ്മൾ പക്ഷേ ഈ MRI എടുക്കുന്ന ടൈമിൽ അതിൽ സ്മോൾ വെസൽ ഡിസീസ് എന്ന് പറയും. അതായത് ഈ വലിയ രക്തക്കുഴലിൽ ക്ലോട്ട് വരുന്നതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ രക്തക്കുഴൽ, വളരെ ചെറിയ രക്തക്കുഴലിൽ ക്ലോട്ട് വന്ന ഡോട്ട് പോലെ MRIയിൽ കാണും. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ അതിന്റെ ഗ്രേഡ് അനുസരിച്ച് എക്കോസ്പിരിൻ എന്ന് പറയുന്ന മെഡിസിൻ കൊടുക്കാറുണ്ട് ക്ലോട്ട് വരാതിരിക്കാനായിട്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ലൈഫ് സ്റ്റൈല്, എക്സസൈസ്, പിന്നെ വെയിറ്റ് റിഡക്ഷൻ, മറ്റേ ആൽക്കഹോള്, ഡ്രഗ് ഇൻടേക്ക് കുറയ്ക്കുക, ഹോർമോൺ പിൽസ് യൂസ് കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, BP ഷുഗർ കൺട്രോൾ ചെയ്യുക, സ്മോക്കിംഗ് കുറയ്ക്കുക, അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുക. ഈ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതെങ്കിലും ഫുഡിന് ഈ സ്ട്രോക്ക് വരുത്താനുള്ള സാധ്യത കൂടുതലുള്ള ഫുഡുകൾ വല്ലതും ഉണ്ടോ? സാധാരണ ഉപയോഗിക്കുന്ന ഫുഡുകൾ വറുത്തതും പൊരിച്ചതും പിന്നെ യൂസ് ചെയ്ത എണ്ണ വീണ്ടും യൂസ് ചെയ്യുക. നമ്മുടെ വീടുകളിൽ അങ്ങനെ ചെയ്യില്ല, പക്ഷെ പുറത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നത് മിക്കവാറും അങ്ങനത്തെ ഓയിലായിരിക്കും. പിന്നെ കുറച്ച് ഈ പിസ്സ അതിലൊക്കെ ഉള്ള കുറച്ച്, പിന്നെ അജിനോമോട്ടോ, ചില ബിരിയാണിയിലൊക്കെ ഇടുന്ന അജിനോമോട്ടോ, പിന്നെ ഈ ചിലപ്പോൾ നമ്മൾ ഹോട്ടൽസിലായാലും അല്ലെങ്കിൽ കോൺഫറൻസസിനായാലും പോകുമ്പോൾ കഴിക്കുന്ന ഫുഡ്, അതൊക്കെ സ്ഥിരം കഴിക്കുവാണെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. അതായത് നമ്മുടെ ഈ ബ്രെയിൻ സെല്ലുകള്, ന്യൂറോൺ എന്നൊക്കെ ആയിരിക്കും മെഡിക്കൽ പദങ്ങള്, ഒരിക്കൽ ഡാമേജ് ആയാൽ അത് ജീവിക്കുവാൻ സാധ്യതയുണ്ടോ? അത് പെർമനന്റ്ലി അത് ഡാമേജ് ആയി പോകുമോ? സെല്ലുകളിനെ പുതിയ റീജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം. ഉണ്ട്, ന്യൂറോൺസ് റീജനറേറ്റ് ചെയ്യാറുണ്ട്. ഏജ് അനുസരിച്ചാണ്. 50 വയസ്സ് കഴിയുമ്പോൾ റീജനറേഷൻ കപ്പാസിറ്റി കുറയും. 50 വയസ്സിന് താഴെയാണെങ്കിൽ അത് നന്നായി റീജനറേറ്റ് ചെയ്യും. അത് റീജനറേറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് അഡാപ്റ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് നമ്മുടെ മസിൽസിനെ ബലപ്പെടുത്തിയാണ്. പക്ഷെ ബ്രെയിനിലുള്ള ഇത് റീജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ഒരു ടൈം കൊടുക്കണം. ബ്രെയിനിന് തന്നെ കുറച്ച് ടൈം കൊടുക്കുക. അതിനായിട്ടുള്ള മെഡിസിൻസ് ഇല്ല, അത് സ്വന്തമായിട്ട് അഡാപ്റ്റ് ചെയ്ത് അത് സ്വന്തമായിട്ട് ന്യൂറോൺസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഫർദർ ഡാമേജ് വരാതിരുന്ന് നോക്കിയാൽ പുതിയ ന്യൂറോൺസ് വരും. എന്നാൽ 50 വയസ്സിന് ശേഷമാണെങ്കിൽ പുതിയ ന്യൂറോൺസ് വരുന്നതിന്റെ സമയം ഭയങ്കരമായിട്ട് ഡിലേ ആവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്തത് വിജയകുമാരി. ശ്രീമതി വിജയകുമാരി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മൈക്ക് ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാം. വീഡിയോ ഓൺ പറഞ്ഞോ. വീഡിയോ ഓൺ ചെയ്യുന്നില്ല, എനിക്ക് സുഖമില്ലാതെ ഞാൻ കിടക്കുകയാണ്. അപ്പൊ കിടന്നുകൊണ്ടാണ് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നിട്ട് 3 വർഷം വരെയായി.
അപ്പം ഹസ്ബൻഡിനെ കൊണ്ടുപോയത് ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷം ഞങ്ങളിപ്പം ശ്രീ ഇത്രയിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ്. അപ്പം പുള്ളിയുടെ കഴുത്ത് ഇങ്ങനെ ചരിഞ്ഞ് ഷോൾഡറിൽ കിടപ്പുണ്ട്. പിന്നെ വലത് കൈ ഒന്ന് കുഴഞ്ഞ് തൂങ്ങി അങ്ങനെ കിടക്കണം. അപ്പം അവിടെ കൊണ്ട് ചെന്നതിന് ശേഷം ഡോക്ടർ അവിടെ അഡ്മിറ്റ് ആക്കി. അങ്ങനെ ഒരു 10 ഇഞ്ചക്ഷനൊക്കെ എടുത്തായിരുന്നു. 10 ഇഞ്ചക്ഷൻ എടുത്ത് അഡ്മിറ്റൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പോഴും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പം എങ്കിലും പുള്ളിക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം പുള്ളിയുടെ സംസാര ഒരു ഇത് അതിനുള്ള ആ ഒരു ഇതില്ല. സംസാരമൊക്കെ ഇച്ചിരി കുഴഞ്ഞ് വ്യക്തമായിട്ടുള്ള ആ ഒരു സംഭാഷണം പുറത്ത് വരുന്നില്ല. പിന്നെ തലയൊക്കെ ഒന്ന് നിവർന്നിട്ടുണ്ട്. ഷോളറിൽ കിടന്ന് കഴുത്തെല്ലാം നിവർന്നിട്ടുണ്ട്. കൈയിൻ്റെ ആ ഒരു ആട്ടമൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ കുറച്ചൊക്കെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. ഇപ്പം പുള്ളിക്ക് നടക്കാൻ പറ്റുന്നില്ല. കാലിനൊക്കെ ഒരു ശക്തി കുറവ്. അതെല്ലാം ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണെന്നാണ് പറഞ്ഞത്. അപ്പം അതിനെക്കുറിച്ച് ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, അത് പുള്ളിക്ക് തോന്നുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും സംസാരത്തിന് ഒരു ഇതുമില്ല, കുഴഞ്ഞുള്ള സംസാരം, ആ വാക്കുകൾ വ്യക്തമായിട്ടൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഫുഡെല്ലാം വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്, കുളിപ്പിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ 3 വർഷമായി എന്നാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്ന് പറയാം. അപ്പൊ ഡോക്ടർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു സർജറി വേണം. അങ്ങനെ സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ആ പിന്നെ ഇതില് നമ്മളെ പിന്നെ മയക്കുന്ന സമയത്ത് പുള്ളിക്ക് ഉണരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് അത് വേണ്ട എന്നുള്ള രീതിയിലാണ്, ഇങ്ങനെ പോട്ടെ എന്നുള്ളതാണ്. അപ്പം അത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു സംസാര ശേഷി കുറഞ്ഞതും നടക്കുന്നതിനുള്ള ആ ഒരു ശക്തി കുറഞ്ഞത് എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു മാഡം. ഇഞ്ചക്ഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടോ എന്താണെന്ന് അറിയില്ല. അവർ കൊടുത്ത എന്ത് ടൈപ്പ് ഓഫ് ഇഞ്ചക്ഷൻ ആണെന്ന് അറിയത്തില്ല. അപ്പം പിന്നെ സംസാരശേഷിയും നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്ട്രോക്ക് വന്നത് കൊണ്ടല്ലേ. സ്ട്രോക്ക് വരുമ്പോൾ ഡാമേജ് വരില്ലേ ബ്രെയിനിന്. അപ്പോഴ ആ ഒരു ഏരിയ, സംസാരത്തിന്റെ ഏരിയയിലായിരിക്കും ഡാമേജ് വന്നിട്ടുണ്ടാവുക. പിന്നെ ഈ കൈയും കാലും കൺട്രോൾ ചെയ്യുന്ന ഏരിയയിലായിരിക്കും ഡാമേജ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് സംസാരവും നമ്മുടെ കൈകാലിൽ തളർച്ചയുള്ളത്. പിന്നെ കൂടുതലും നമ്മൾ ആ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഫിസിയോതെറാപ്പി ചെയ്യണം. ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴാണ് ആ മസിൽസ് ആക്ടിവേറ്റ് ചെയ്ത് മൂവ്മെന്റിന്റെ ഒരു ഇതിൽ വരുന്നത്. പക്ഷെ നല്ലൊരു ഡാമേജ് ആണ് വന്നതെങ്കിൽ എത്ര ഫിസിയോ കൊടുത്താലും നമുക്കൊരു പരിധിക്കപ്പുറം നമുക്ക് മൂവ്മെന്റ് കിട്ടത്തില്ല. അത് ആ ഒരു സമയമാണ് ഇമ്പോർട്ടന്റ്. നിങ്ങളെ കറക്റ്റ് 4.5 മണിക്കൂറിനുള്ളിൽ അനന്തപുരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ ഇഞ്ചക്ഷൻ തന്നേനെ. അപ്പൊ ഈ ഡാമേജ് ഇത്രയും കുറഞ്ഞേനെ. അതിനു മുമ്പേ കൊണ്ട് ചെന്നായിരുന്നു. ആ പറഞ്ഞ ഡേറ്റിനെ ആ ടൈമിനെ കൊണ്ട് ചെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറിന് മുൻപേ നമ്മൾ എത്തിച്ചു എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് കഴിഞ്ഞിരുന്നുവെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കുമായിരുന്നു പറഞ്ഞു. പക്ഷെ അരമണിക്കൂറിന് മുൻപേ ഞങ്ങൾ എത്തിച്ചു. ഈ പറഞ്ഞ മാഡം പറഞ്ഞ സംസാരത്തിൽ ആ 4 മണിക്കൂറിന് ഇടയ്ക്കുള്ള ആ ടൈമിന് മുമ്പേ ഞങ്ങൾ കൊണ്ട് എത്തിച്ചായിരുന്നു. നല്ല രീതിയിൽ ഒരു ഡാമേജ് വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ ഡാമേജ് ബ്രെയിനിന്റെ ഒരു ഹാഫിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവും. നമ്മളെപ്പോഴും ആ ഡാമേജ് വരുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ പറ്റൂ. ഈ സമയം എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേറ്റ് ആയിരിക്കും നമ്മൾ 4.5 മണിക്കൂർ എന്ന് പറയുന്നത്. 4.5 മണിക്കൂറിൽ തന്നെ വലിയൊരു ഡാമേജ് അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെഡിസിൻ കൊടുത്തിട്ടും വലിയ ഫലം കിട്ടത്തില്ല. താങ്ക് യു മാഡം. അതെന്താണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളുടെ ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നവരുടെ എല്ലാം എണ്ണം കഴിഞ്ഞിരിക്കുന്നു. എന്നാലും നമ്മുടെ സാധാരണ സമയത്തിനേക്കാൾ അല്പം സമയം കൂടുണ്ട്. ആർക്കെങ്കിലും ഇത് കേട്ട ഈ സ്ട്രോക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവസരമുണ്ട്. മിസ്റ്റർ കോശി വീണ്ടും ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്, ചോദിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത് ഒരു പ്രൊഫൈലാക്സിസ് പോലെ ഈ omega-3 കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? omega-3 ക്യാപ്സ്യൂൾസ് ഒരു പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുള്ള വ്യക്തി ആവണമെന്നില്ല. ഒരു പ്രൊഫൈലാക്സിസ് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഓവർ ദി ഇയേഴ്സ് എടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ട്രോക്കിന്റെ പ്രൊഫൈലാക്സിസ് ആയിട്ട് omega-3 റെക്കമെൻഡഡ് അല്ല. omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ ബോഡിക്ക് നല്ല ഫാറ്റി ആസിഡ് കിട്ടണമെങ്കിൽ കഴിക്കാം. അതായത് നല്ല ബോഡിക്ക് ആവശ്യമുള്ള ഫാറ്റി ആസിഡിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ് omega-3. അപ്പൊ അതില് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം. പക്ഷെ ഒരുപാട് വർഷം കഴിക്കുന്ന അത്ര റെക്കമെൻഡഡ് അല്ല. മാക്സിമം ഒരു 6 months അങ്ങനെയൊക്കെ, ഒരു 1 year അങ്ങനെ കഴിച്ചാൽ. പിന്നെ അത് കഴിച്ചത് കൊണ്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാനും പറ്റില്ല.
ഓക്കെ എന്തും ഓക്കെ അമിതമാകുമ്പോൾ അത് അതിന്റെ കെമിക്കൽസ് വന്നിട്ട് ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും, എസ്പെഷ്യലി ലിവറിൽ. അപ്പൊ അത് അമിതമായി കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ മതിയാവും. മാക്സിമം 6 months കൂടുതലൊന്നും എടുക്കാൻ പാടില്ല അല്ലേ? യൂഷ്വലി റെക്കമെൻഡഡ് അല്ല. മാസം ഓക്കെ 6 months കൂടുതൽ എടുക്കാൻ പാടില്ല ഇല്ല ഇല്ല, കണ്ടിന്യൂസ്ലി. കണ്ടിന്യൂസ്ലി എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഇൻഡിക്കേഷൻ ഉണ്ടാവണം പേഷ്യന്റിന്. പിന്നെ ഈ ചിലപ്പോ ഈ ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ ഒരു മെമ്മറി ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ ഈ ഡയബറ്റിസ് ഉള്ളവർക്ക് വരുമെന്ന് പറയുന്നേക്കാം. അത് ഈ ബ്രെയിനുമായിട്ട് അതിന് ബന്ധമുണ്ടോ? എന്താണ് ഈ ബ്രെയിൻ ഫോഗ്? ബ്രെയിൻ ഫോഗ് എന്നൊരു കോമൺ ടേം ആണ്. അതൊരു ക്ലൗഡിങ് ഓഫ് സെൻസോറിയത്തിനാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. നമുക്കൊരു ബോധം നോർമലായിട്ട് ഓർത്തെടുക്കാൻ പറ്റില്ല, ഒരു മങ്ങല് പോലെ ബ്രെയിനിന് തോന്നുക, അതാണ്. അപ്പൊ അത് ഒരു കോമൺ ടേം ആണ്. അതിന്റെ അടിയിൽ നമുക്ക് മെഡിക്കൽ ടേംസ് ഒത്തിരി ഉണ്ട്. അപ്പൊ അത് പേഷ്യന്റിനെ കണ്ട് അത് എന്താണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. ബ്രെയിൻ ഫോഗ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്നതാണ്. പക്ഷെ അത് പല കാര്യത്തിന് വരാം. അബോധാവസ്ഥയിൽ പോകുന്നത്, അല്ലെങ്കിൽ സീഷർ വരുന്നതിന്, സ്ട്രോക്ക് വരുന്നതിന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സെൻസോറിയത്തിന്റെ ഡിസ്റ്റർബൻസിനെയാണ് കോമൺ ആയിട്ട് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെമ്മറി നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ അതൊരു ഡയബറ്റീസിന്റെ റിസൾട്ട് മൂലം ഈ മെമ്മറി ലാപ്സസ് ഉണ്ടാകാൻ പറ്റുമോ? അതുണ്ടാവും. ഡയബറ്റിസ് ഷുഗറിന്റെ കാരണം കൺട്രോൾ. ഡയബറ്റിസ് കൂടുവാണെങ്കിൽ രക്തക്കുഴലിൽ ചേഞ്ച് വന്നിട്ട് രക്തത്തിൽ ക്ലോട്ട് വരാം, കുഴലിൽ ക്ലോട്ട് വരാം, അല്ലെങ്കിൽ ബ്രെയിനിന് ചുരുക്കം വരാം. ഇതൊക്കെ ഡയബറ്റിസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ കൃഷ്ണശ്രീ നല്ല ഭംഗിയായിട്ട് വിഷയം അവതരിപ്പിച്ചു. ഞങ്ങളിൽ പലരുടെയും ഡൗട്ടുകളൊക്കെ മാറി. എല്ലാവരും ഈ കാര്യത്തിൽ കുറെ കൂടെ കോൺഷ്യസ് ആകേണ്ട ഒരു വിഷയമാണ്. ഈ സ്ട്രോക്ക് എന്നുള്ളത് ഇപ്പോൾ കുറെ കൂടെ വ്യക്തമായി. ഇപ്പം നമ്മളെ ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ബെന്നി തോമസ് പരിമണത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ആ കൂട്ടത്തിൽ ഞാൻ സോളമൻ അച്ഛനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കണം. രാജുവഞ്ചേരി അച്ഛൻ ആശീർവാദം പറഞ്ഞ് പിരിയണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷകയായിരിക്കുന്ന ഡോക്ടർ കൃഷ്ണശ്രീ മാഡം, ഇന്ന് നമ്മുടെ മീറ്റിങ്ങിന് മോഡറേറ്ററായിരുന്ന ശ്രീ വിൽസൺ കരിമന്നൂർ സാർ, ബഹുമാനപ്പെട്ട വൈദികരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നത്തെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരെ, വളരെ നമ്മൾക്കേവർക്കും പ്രയോജനകരമായ ഒരു സെഷനാണ് ഇന്ന് നമ്മുടെ വെബിനാറിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. ഡോക്ടർ കൃഷ്ണശ്രീ മാഡത്തിലൂടെ സ്ട്രോക്കിൻ്റെ കാരണങ്ങൾ, അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന ചികിത്സ എപ്രകാരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി കഴിഞ്ഞ കുറച്ച് സമയങ്ങളിലൂടെ നമ്മൾ സശ്രദ്ധം ശ്രവിക്കുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലപ്പോഴും നാം മറന്നുപോകുന്ന കാര്യങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു വെബിനാർ മാറി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്രകാരം ഈ വെബിനാറിലൂടെ ലഭിക്കുന്ന അറിവുകളൊക്കെയും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കുമ്പോൾ പ്രകാരമുള്ള വെബിനാറൊക്കെ വളരെയധികം വിജയകരമായി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 2 ആഴ്ച മുമ്പ് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം എപ്രകാരം നമ്മൾ നയിക്കണം എന്നുള്ളതിനെപ്പറ്റി ഡോക്ടറിലൂടെ നമ്മൾ 2 ആഴ്ച മുമ്പ് കേൾക്കുകയുണ്ടായല്ലോ. അപ്രകാരമുള്ള ജീവിത ശൈലിയൊക്കെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ ഈ ജീവിതശൈലി ഈ രോഗങ്ങളിൽ നിന്നൊക്കെയും നമുക്ക് ഒരുപാട് മാറി നിൽക്കുവാനായിട്ട് സാധിക്കും എന്ന് കരുതുകയാണ്. ഇന്ന് ഈ വിഷയത്തെപ്പറ്റി വളരെയധികം ഒന്നും വലിച്ചു നീട്ടാതെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, മസ്തിഷ്ക ആഘാതം വരുവാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, അതിൻ്റെ ചികിത്സ എന്താണ് എന്നതിനെപ്പറ്റി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ഇന്ന് ഡോക്ടർ കൃഷ്ണശ്രീ മാഡം നമ്മളോട് ഈ വെബിനാറിലൂടെ സംവേദിക്കുകയുണ്ടായി. ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് ഏതാണ്ട് 70-72 ആൾക്കാർ ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്കൊക്കെയും ഇതിൻ്റെ അറിവുകൾ തങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലൂടെയൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുമൊക്കെയും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് ഇത്രത്തോളം സമയം നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ച് വളരെ വിലയേറിയ, ജീവൻ്റെ വിലയേറിയ അറിവുകൾ കൃഷ്ണശ്രീ മാഡം നമുക്ക് പങ്കുവച്ചതിൽ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന് ഒത്തിരിയധികം സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ ആരോഗ്യപരമായിട്ടുള്ള മറ്റ് സംശയങ്ങൾക്കൊക്കെയും
വളരെ സാഗൂതം കേൾക്കുകയും വളരെ ശ്രദ്ധ വെച്ച് അത് മനസ്സിലാക്കുകയും അതിന് വേണ്ടുന്ന മറുപടി ഒരു ഡോക്ടറിനെ നേരിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ എപ്രകാരമാണ് നമ്മൾക്ക് അതിനുള്ള മറുപടി ലഭിക്കുന്നത്, അപ്രകാരം നമ്മളോട് അതിനുശേഷമുള്ള ഈ ക്വസ്റ്റ്യാൻസ് സെഷനിലൂടെ നമ്മളോട് സംവേദിക്കുകയുണ്ടായി. ഡോക്ടറുടെ ഇപ്രകാരമുള്ള ഈ സാമൂഹ്യ സേവനത്തെ, മറ്റുള്ളവരെ കരുതുവാനുള്ള നല്ല മനസ്സിനെയൊക്കെ ഓർത്ത് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഈ സന്ധ്യാകാലം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ വേദിയിൽ എത്തുകയും വളരെ വിലയേറിയ അറിവുകൾ നമ്മൾക്ക് പങ്കുവെക്കുകയും ഒക്കെയും ചെയ്തതിന് ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ പേരിലുള്ള വളരെ സ്നേഹം നിറഞ്ഞ നന്ദി ഈ സമയത്ത് ഡോക്ടറോട് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ഈ മീറ്റിങ്ങിന് മോഡറേറ്ററായിട്ടിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിൽസൺ കരിമന്നൂർ സാറാണ്. സാറ് പ്രാരംഭത്തിൽ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തല്ലോ. എന്നാൽ ഈ മീറ്റിംഗ് വളരെ ക്രമാനുഗതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, അതുപോലെ തന്നെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യുകയും പ്രാരംഭമായി നമ്മളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷകയെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയും അങ്ങനെ വളരെ നല്ല രീതിയിൽ സാറ് വീണ്ടും നമ്മുടെ ഒരു വെബിനാർ മോഡറേറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ശ്രീ വിൽസൺ കരിമന്നൂർ സാറിനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മൾ പ്രാരംഭ ഗാനത്തോടും പ്രാർത്ഥനയോടും കൂടിയാണല്ലോ ഇന്നത്തെ മീറ്റിംഗ് നടന്നത്. അതിനുവേണ്ടി നേർ നൽകിയത് മിസ് ഏഞ്ചൽ മേരി തോമസ് ആണ്. ഏഞ്ചൽ മേരി തോമസിൻ്റെ അനുഗ്രഹീതമായ ഗാനത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മുടെ മീറ്റിംഗ് ആരംഭിച്ചു. ഏഞ്ചൽ മേരി തോമസിനോടുള്ള ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമ്മുടെ അഡ്മിൻ കൂടിയായിരിക്കുന്ന മിസ്റ്റർ വി ഐ ജേക്കബ് സാറ് അനൗൺസ്മെൻറ്റ് നേതൃത്വം നൽകി. സാറിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ മറ്റ് അഡ്മിന്മാരോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇപ്രകാരമുള്ള വെബിനാറിനെ സജീവമായി നിർത്തുന്നത് ഇത് കേൾക്കുന്ന, അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ സംശയങ്ങൾ ചോദിക്കുന്ന നമ്മളുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങും വളരെ സജീവമായി തന്നെ, പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ളൊരു വിഷയം ആയതുകൊണ്ട് തന്നെ അതോടനുബന്ധിച്ച് തങ്ങളുടെ സ്വന്തം അനുഭവത്തിലും നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ അനുഭവത്തിലുമുള്ള കാര്യങ്ങളെ ഡോക്ടറോട് ചോദിച്ച് ഇന്നത്തെ വെബിനാറിനെ വളരെ സജീവമാക്കി നിർത്തിയ, ഈ തുടർ ചർച്ചകളിൽ പങ്കെടുത്ത, ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവരോടുമുള്ള ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മൾക്ക് സ്ഥിരമായി നമ്മളുടെ സൂം മീറ്റിങ്ങുകൾ ക്രമീകരിച്ചു വരുന്നത് ശ്രീ ജോസ് മാത്യു ആണ്. ജോസ് മാത്യുവിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അച്ഛന്മാരുണ്ട്, അവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. സമാപന പ്രാർത്ഥനയ്ക്ക് സോളമനച്ചൻ നേതൃത്വം നൽകും. സോളമനച്ചനോടും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അങ്ങനെ ഇന്നത്തെ ഈ സന്ധ്യയെ ധന്യമാക്കിയ എല്ലാവരോടും, പ്രത്യേകിച്ച് ഡോക്ടർ കൃഷ്ണശ്രീ മാഡത്തിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിർമ്മിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇപ്പോഴേ സോളമൻ അച്ഛൻ പ്രാർത്ഥിച്ച് രാജു അഞ്ചേരി അച്ഛൻ ആശീർവാദം പറഞ്ഞ് ഒഫീഷ്യലി പിരിയും. അത് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ നമുക്ക് ഓപ്പണായിട്ട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് നൽകുന്നതായിരിക്കും. ഇപ്പോൾ സോളമൻ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്രഷ്ടാവും പരിപാലകനുമായ കർത്താവേ, ദൈവത്തിൻ്റെ സൃഷ്ടികളായ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനുള്ള അറിവുകളും അത് മനസ്സിലാക്കാനുള്ള അവസരങ്ങളും നൽകുന്നതോർത്ത് തന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ചും ഞങ്ങൾ ജീവിക്കുന്ന ലോക സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ജീവിത ശൈലി രോഗങ്ങൾ വളരെയധികം മനുഷ്യരെ കീഴടക്കുന്ന ഒരു കാലമാണ്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ട ഡോക്ടർ കൃഷ്ണശ്രീയിലൂടെ ഇന്ന് കേൾക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചതോർത്ത് നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ ആരോഗ്യത്തോടും ക്ഷേമത്തോടും ജീവിക്കാനാണ് നീ ഞങ്ങളെ സൃഷ്ടിച്ചതെന്ന് അറിയുവാൻ സഹായിക്കുന്നു. ഞങ്ങളുടെ ശരീരം നീ വസിക്കുന്ന ആലയമാണെന്നും ഞങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ സന്തോഷത്തോടും ആനന്ദത്തോടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകുന്നല്ലോ. ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് അറിവുള്ളതോ അറിവില്ലാത്തതോ ആയ കാരണങ്ങളാൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ ശുശ്രൂഷിക്കുവാനും ചികിത്സിക്കുവാനും അതിന് മാറ്റങ്ങൾ ഉണ്ടാകുവാനും ആരോഗ്യം വീണ്ടെടുക്കുവാനും ഒക്കെയുള്ള നല്ല ഉപദേശങ്ങൾ ഇന്ന് ഈ പ്രിയപ്പെട്ട ഡോക്ടറോട് ലഭിച്ചതോർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്സ്,
അങ്ങനെ വിവിധ ആശുപത്രികളിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെയൊക്കെ മനുഷ്യ സ്നേഹമുള്ളവരും ദൈവബോധമുള്ളവരുമാക്കി നീ അവിടുന്ന് നിലനിർത്തണമേ. ഇന്ന് ഞങ്ങളോട് സംസാരിച്ച പ്രിയപ്പെട്ട അങ്ങയുടെ മകൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന ശുശ്രൂഷകളെ എല്ലാം നീ അവിടുന്ന് മാനിക്കണമേ. മനുഷ്യർക്ക് അവരുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ ഒക്കെ ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവീക ശുശ്രൂഷയായി കാണുവാനായിട്ട് എല്ലാവർക്കും സഹായിക്കണം. ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല അറിവുകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും നിന്നോട് ചേർന്ന് ആരോഗ്യമുള്ള സമൂഹമായി ജീവിക്കുവാൻ എപ്പോഴും ഞങ്ങൾക്ക് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടെയും നാം കേട്ട ഉപദേശങ്ങളോട് കൂടി ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.